ഹായ് ഓൾ, വെൽക്കം ടു മൈ മെന്റർ PSC ആപ്പ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ ജയിൽ വകുപ്പിന്റെ ഘടനയുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ ജയിലുകളെ കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചുപോയി. അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം ആ ഒരു ക്ലാസ് നിങ്ങൾ ഉറപ്പായിട്ട് കാണണം. അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു ക്ലാസ് കൂടി കാണുക. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട നിയമങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നാണ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്, എന്നാണ് എക്സാം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫീമെയിൽ എക്സാം ജനുവരി 24 മെയിലിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഏകദേശം മാർച്ചൊക്കെ ആകുമ്പോഴത്തേന് മെയിൽ എക്സാമും കൂടി കാണും. സോ സ്പെഷ്യൽ ടോപ്പിക്കുകൾ 20 മാർക്കിൻ്റെ ഉണ്ട്. നമ്മൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സെക്ഷനായിട്ടുള്ള ജയിൽ വകുപ്പിൻ്റെ ഘടനാ പ്രവർത്തന രീതി എന്നുള്ള ഒരു ഭാഗമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദ കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെൻറ്റ് ആക്ട് 2010 പ്രധാനപ്പെട്ട നിയമമാണ്. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ട്. ഇന്ന് ആ നിയമത്തിൻ്റെ വിശദമായിട്ടുള്ള സെക്ഷനുകളെക്കുറിച്ചും എന്തൊക്കെയാണ് അവിടുത്തെ പ്രവർത്തന രീതി എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, നമ്മൾ ഡയറക്റ്റായിട്ട് ക്ലാസ്സിലേക്ക് പോവാം. ഈ ഒരു ക്ലാസ്സിൻ്റെ PDF മൈ മെന്റർ PSC ആപ്പിൻ്റെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടുന്ന് നോട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എന്താണ് നമ്മുടെ നിയമം? ദ കേരള പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെൻറ്റ് ആക്ട് 2010. അപ്പോൾ ഒരു നിയമം എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഏതൊരു നിയമം എടുത്താലും പ്രത്യേക ചില ലക്ഷ്യങ്ങളുണ്ടാവും അല്ലേ? നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഒരു നിയമം വരുമ്പോൾ പ്രത്യേകമായിട്ട് ചില ലക്ഷ്യങ്ങളുണ്ടാവും. ഇവിടെ സംസ്ഥാനത്തെ തടവുകാരുടെ സുരക്ഷിതമായ കസ്റ്റഡിക്കും തിരുത്തി നന്നാക്കലിനും അല്ലേ, കസ്റ്റഡി മാത്രമല്ല തിരുത്തി നന്നാക്കലും സ്വഭാവ ദൂഷ്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും അതുപോലെ തന്നെ ക്ഷേമത്തിനും അവരുടെ പുനരധിവാസത്തിനും പ്രിസണുകളുടെയും സംശുദ്ധീകരണ സന്മാർഗീകരണ സേവനങ്ങളുടെയും, തിരുത്തൽ സേവനങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ സംശുദ്ധീകരണ സന്മാർഗീകരണ സേവനങ്ങളുടെയും, അങ്ങനെയാണ് ആ ഡെഫിനിഷൻ പറയുന്നത്, നിർവഹണത്തിനും അതുമായി ബന്ധപ്പെട്ടതോ അതിന് ആനുഷംഗികമായോ എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടത് എന്നുള്ളതാണ്. ഓക്കെ, അത്തരം കാര്യങ്ങൾക്ക് വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ളൊരു ആക്റ്റാണ് ഈ പറയുന്ന 2010 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സന്മാർഗീകരണ സേവനങ്ങളും നിർവഹണം ആക്ട് 2010. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ മലയാളം വരുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നോക്കുക, നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. കേരള പ്രിസണുകളും സംശുദ്ധീകരണ സന്മാർഗീകരണ സേവനങ്ങളും നിർവഹണം ആക്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? കേരളത്തിലെ തടവുകാരുടെ, പ്രിസണുകളിലെ തടവുകാരുടെ സുരക്ഷിതമായ കസ്റ്റഡി, അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ, അവരുടെ ഒരാളെ കസ്റ്റഡിയിലേക്ക് കൊടുക്കുമ്പോൾ പല കുറ്റവാളികളുണ്ടാവും, പല തരത്തിലുള്ള കുറ്റവാളികളുണ്ടാവും. അവരെ ഒന്ന് തിരുത്തി നന്നാക്കുക, അവരൊരു നല്ല രീതിയിലേക്കുള്ള ഒരു പുതിയ ആളായിട്ട് പുറത്തേക്ക് വിടുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. അവരുടെ ക്ഷേമം, അവരുടെ പുനരധിവാസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പ്രിസണുകൾക്കായിട്ടുള്ളൊരു നിയമമാണ് ഏതെന്ന് പറയുന്നത് 2010 കേരള പ്രിസൺ കറക്ഷണൽ ആൻഡ് സർവീസസ് മാനേജ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്ന നിയമം. ഓക്കെ, അപ്പം ആണല്ലോ. അപ്പം നിയമം എന്താണ് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് ആകെ 20 അധ്യായങ്ങളാണുള്ളത്. എത്രയാണ്? 20 അധ്യായങ്ങളും 102ഓളം സെക്ഷനുകളുമുണ്ട്. ഓക്കെ, അപ്പം ആകെ അധ്യായങ്ങളുടെ എണ്ണം 20 ആകെ സെക്ഷനുകൾ 102. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്ന് നോക്കുക. എന്തിനു വേണ്ടിയാണ് ഈ നിയമം, എന്തൊക്കെയാണ് അതിൻ്റെ അധ്യായങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ അധ്യായങ്ങൾ 20 20ലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട്. ജസ്റ്റ് നമ്മൾ ഓരോ അധ്യായങ്ങളായിട്ട് ഇന്ന് ക്ലാസ്സിൽ വിശദമായിട്ട് നോക്കുന്നുണ്ട്. അപ്പം 1 തൊട്ട് 10 വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ അധ്യായത്തിൽ പ്രാരംഭികമാണ്, ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. 2ലേക്ക് വരുമ്പോൾ പ്രിസണുകളുടെ സ്ഥാപനവും ഭരണപരമായ വ്യവസ്ഥിതി, അവിടുത്തെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് 2ാമത്തെ അധ്യായത്തിലും. 3ാമത്തെ അധ്യായത്തിൽ പരിശീലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 4ലേക്ക് വരുമ്പോൾ പ്രിസണുകളുടെ പ്രവർത്തനങ്ങൾ. 5 അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ്. 6 അവിടുത്തെ അച്ചടക്കം എങ്ങനെയാണ്. പ്രിസണുകളിൽ ഓരോ ഡിസിപ്ലിൻ ഉണ്ട്, അത് എങ്ങനെ പോകണം എന്നുള്ളത് 6ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്.
7 തടവുകാരുടെ പ്രവേശനവും നീക്കം ചെയ്യൽ. തടവുകാരെ എങ്ങനെ പ്രവേശിപ്പിക്കണം, അവരെ എങ്ങനെ പറഞ്ഞു വരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 7 പറയുന്നു. അവരുടെ ഭക്ഷണത്തെക്കുറിച്ചും താമസ സൗകര്യത്തെക്കുറിച്ചും കിടക്കവിരിയെക്കുറിച്ചും ഒക്കെ 8ാമത്തെ അധ്യായത്തിലാണ് പറയുന്നത്. 9 തടവുകാരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ കർത്തവ്യങ്ങൾ ഒരു പ്രിസണിലുണ്ട് എന്നുള്ളത് 9 പറയുന്നു. 10 എന്താണ്, തടവുകാരുടെ തരം തിരിക്കലും വേർതിരിക്കലും. എങ്ങനെയാണ് തടവുകാരെ, പല തടവുകാരുണ്ട്, നമ്മൾ വഴിയെ പഠിക്കും. അപ്പം എങ്ങനെയാണ് തടവുകാരെ വേർതിരിക്കുന്നതും തരം തിരിക്കുന്നതെന്നും ഒക്കെ ഉള്ളത് 10ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അത് 10ാമത്തെ അധ്യായം വരെയുള്ള കാര്യങ്ങളാണ്. 11 തടവുകാരുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടതും സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കസ്റ്റഡിയും സുരക്ഷയുമാണ്. അവിടെ നമ്മൾ പ്രിസണിൽ സന്ദർശകർ പോകുന്നുണ്ട്, സന്ദർശകർ പാലിക്കേണ്ട കാര്യങ്ങൾ, അവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏതാണ് 12ാമത്തെ അധ്യായത്തിൽ പറയുന്നു. 13 അവരുടെ തൊഴിൽ, തടവുകാർക്ക് തൊഴിലുണ്ട്, അതിനെക്കുറിച്ച് 13. 14 തടവുകാരുടെ ആരോഗ്യവും വ്യക്തി ശുചിത്വത്തെക്കുറിച്ച് 14. 15 എന്താണ്, തടവുകാർക്ക് വേണ്ടിയുള്ള ക്ഷേമ പരിപാടികൾ, പല തരത്തിലുള്ള ക്ഷേമ പരിപാടികൾ അതെങ്ങനെയൊക്കെ ആവണം എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. 16 വരുമ്പോൾ ഇളവ് ചെയ്യലും പരോളും അവധി കഴിഞ്ഞുള്ള താമസിക്കലും കാലാവധി തികയുന്നതിന് മുമ്പുള്ള മോചനത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ട് 16ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. 17 അവധിയും അകമ്പടി സന്ദർശനത്തെക്കുറിച്ച്. 18 വരുമ്പോൾ പരാതി പരിഹാരത്തെക്കുറിച്ച്, പരാതി പരിഹാര സംവിധാനത്തെക്കുറിച്ച് 18. 19 പ്രിസൺ കുറ്റങ്ങളും ശിക്ഷകളും, പ്രിസൺ കുറ്റങ്ങളും ശിക്ഷകളും. ഏറ്റവും അവസാനം 20ാമത്തെ അധ്യായത്തിൽ മിസലേനിയസ് ആയിട്ടുള്ള പല വക കാര്യങ്ങൾ, മറ്റ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ള മറ്റു കാര്യങ്ങൾ. ഇത്രയുമാണ് അധ്യായത്തിൻ്റെ, ഏതൊക്കെയാണ് അധ്യായം എന്നുള്ളത്. നമ്മൾ ഓരോ അധ്യായത്തിലെയും വിശദമായിട്ട് പ്രധാനപ്പെട്ട സെക്ഷനുകളാണ് ഇന്ന് നോക്കുന്നത്. നമുക്ക് ആദ്യത്തെ അധ്യായത്തിലേക്ക് പോവാം. എന്താണ് ആദ്യത്തെ അധ്യായം? പ്രാരംഭികമാണ് ആദ്യത്തെ അധ്യായം. ആദ്യത്തെ അധ്യായം ഇൻട്രൊഡക്ഷൻ ആണ്. അതിനകത്ത് പറയുന്ന 2 കാര്യങ്ങൾ. ആദ്യത്തെ സെക്ഷൻ പറയുന്നു ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും. ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും. പേരിൽ തന്നെ നമുക്കൊരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ പേര് എന്ന് പറയുന്നത് എപ്പോഴും നിയമത്തിൻ്റെ പ്രാരംഭികത്തിലാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു നിയമം, എന്താണ് ഈ നിയമം, എങ്ങനെയാണ് ഈ നിയമം എന്നുള്ള കാര്യം എവിടെ പറയും? പ്രാരംഭികത്തിലുണ്ടാവും. ഇതിൻ്റെ ഒരു വ്യാപ്തി, നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബാധകമാണ് എന്ന് പറയുന്നത് പോലെ എങ്ങനെയാണ് അതിൻ്റെ വ്യാപ്തി എന്നുള്ളതൊക്കെ ആദ്യത്തെ സെക്ഷനിലാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുന്നു, ഈ ആക്ടിന് 2010 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സന്മാർഗീകരണ സേവനങ്ങളും നിർവഹണം ആക്ട് എന്ന പേര് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് പറയുന്നു, ഈ ആക്ടിൻ്റെ പേരാണ് അവിടെ നിയമത്തിൽ പറയുന്നത്. 2010 കേരള പ്രിസണുകളുടെയും സംശുദ്ധീകരണ സന്മാർഗീകരണ സേവനങ്ങളുടെയും നിർവഹണം ആക്ട് എന്ന് പറയാം. അപ്പോൾ ആക്ടിൻ്റെ പേരായി. അതുപോലെ തന്നെ പറയുന്നത് ഇതിൻ്റെ വ്യാപ്തിയാണ്. ഇതിന് കേരള സംസ്ഥാനം ഒട്ടാകെ വ്യാപ്തി ഉണ്ടാവും. അതായത് ഈ നിയമം കേരളത്തിലുള്ളതാണ്. അപ്പം കേരളത്തിൽ എന്താണ്, കേരളം ഒട്ടാകെ വ്യാപ്തിയുള്ളൊരു നിയമമാണ് ഈ നിയമം. ഇത് ക്ലിയർ അല്ലേ? അപ്പം ഈ ഒരു ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി ഇരിക്കേണ്ടി വരില്ല. അപ്പം നിങ്ങൾക്ക് ഈ നിയമം എന്നോടൊപ്പം തന്നെ, ഞാൻ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാം. അപ്പം ജസ്റ്റ് ആദ്യത്തേത് ചുരുക്കപ്പേരും വ്യാപ്തിയും എന്താണ്, അതുപോലെ തന്നെ പ്രാരംഭം എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ഏത് സെക്ഷനാണ്? സെക്ഷൻ 1 സെക്ഷൻ 1 പഠിച്ചല്ലോ. ഇത് നമുക്ക് സെക്ഷൻ 2 പോവാം. സെക്ഷൻ 2 വരുമ്പോൾ നിർവചനങ്ങളാണ്. എന്താണ്? ഡെഫിനിഷൻസ് ആണ്. സെക്ഷൻ 2 എന്താണ്? നിർവചനങ്ങൾ. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു നിർവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു നിയമത്തിലും നിർവചനം എന്ന് പറയുമ്പോൾ ആ ആക്റ്റിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എവിടെയെങ്കിലുമൊക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറയും. ഇന്നത് ഇപ്പോൾ ഒരു അർത്ഥം, കുറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ആദ്യം തന്നെ പറയും. ബാക്കി ഈ നിയമത്തിൽ എവിടെ കുറ്റം ഉണ്ടെങ്കിലും ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആദ്യം നിർവചിച്ച അർത്ഥമായിരിക്കും ഉണ്ടാകുന്നത്. അതാണ് നിർവചനത്തിൽ വരുന്നത്. പ്രധാനപ്പെട്ട നിർവചനങ്ങളാണ്. ഇതിൽ 2ാമത്തെ സെക്ഷനിലാണ് നിർവചനങ്ങൾ വരുന്നത്. കുറേ സബ്സെക്ഷൻ ഉണ്ട്. 2-1 എന്ന് പറയുന്നത് ആക്ട് എന്താണെന്നുള്ളതാണ്. ആക്ട് എന്ന് പറഞ്ഞാൽ ഈ നിയമമാണ്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിയമമാണ് ആക്ട് എന്ന് പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ അതാണ് 1ാമത്തേത് എന്ന് പറയുന്നത്. 2ാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിർവചനങ്ങളാണ് നമ്മൾ നോക്കുന്നത്.
കൗമാരപ്രായത്തിലുള്ള കുറ്റവാളി. എന്താണ് കൗമാരപ്രായത്തിലുള്ള കുറ്റവാളി എന്ന് പറഞ്ഞാൽ? അപ്പം കൗമാരപ്രായം ഒരു പ്രായപൂർത്തിയല്ല, ഒരു കൗമാരപ്രായത്തിലുള്ള കുറ്റവാളി എന്ന് പറഞ്ഞാൽ 18 വയസ്സിനും 21 വയസ്സിനും ഇടയിൽ വരുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് കൗമാരപ്രായത്തിലുള്ള കുറ്റവാളി എന്ന് പറയാം. അത്രയും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും ആലോചിക്കേണ്ട. ഒരു വ്യക്തി കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെട്ടു, ആ വ്യക്തിയുടെ പ്രായം 18നും 21നും ഇടയിലാണ്, അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തു, അതിൻ്റെ വിചാരണ സമയത്ത് ജയിലിൽ പോവുമല്ലോ, ആ സമയത്ത് ഈ പറയുന്ന വ്യക്തിയുടെ പ്രായം 18നും 21നും ഇടയിലാണെങ്കിൽ ഉറപ്പിച്ചു അയാൾ എന്താണ്? കൗമാരപ്രായത്തിലുള്ള കുറ്റവാളി എന്ന് പറയുന്ന ഡെഫിനിഷനകത്ത് വരും. അപ്പം 18 വയസ്സിൽ കുറയാത്തതും 21 വയസ്സിൽ കൂടാത്തതുമായ ഏതൊരു കുറ്റവാളിയെയും ഏതൊരു വ്യക്തിയെയും നമ്മൾ എന്ത് പറയും? ഈ പറയുന്ന കൗമാരപ്രായത്തിലുള്ള കുറ്റവാളി. കിട്ടിയല്ലോ. ഇപ്പൊ കൗമാരപ്രായത്തിലുള്ള കുറ്റവാളി കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്തത് 2ന്റെ 3ാമത്തെ സബ്സെക്ഷൻ പറയുന്നു പ്രായപൂർത്തിയായ തടവുകാരൻ. അപ്പം കൗമാരപ്രായം 18നും 21നും ആണെങ്കിൽ 21 വയസ്സിനും കൂടുതലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്തായിരിക്കും അവിടെ വരുന്നത്? പ്രായപൂർത്തിയായിട്ടുള്ള തടവുകാരനായിരിക്കും. അപ്പം 18, 21 കഴിഞ്ഞു, 21 വയസ്സിൽ കൂടുതലാണെങ്കിൽ എന്തായി? പ്രായപൂർത്തിയായ തടവുകാരനായി. അടുത്തത് സിവിൽ തടവുകാരൻ. 4ാമത്തെ സബ്സെക്ഷൻ പറയുന്നു സിവിൽ തടവുകാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിമിനൽ കേസുകൾക്കല്ലാതെ, ക്രിമിനൽ തടവുകാരനല്ലാത്ത ഏതൊരു വ്യക്തിയും, തടവുകാരനായിട്ടുള്ള ഏതൊരു വ്യക്തിയും നമ്മൾ എന്ത് പറയും? സിവിൽ തടവുകാരൻ എന്ന് പറയും. ക്രിമിനൽ തടവുകാരനല്ലാത്ത ഏതൊരു തടവുകാരനെയും സിവിൽ തടവുകാരൻ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താണ്? 8 സബ്സെക്ഷൻ 8 പറയുന്നു തടങ്കൽ എന്താണ്? എന്താണ് തടങ്കൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു തടവിലാക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് തടങ്കൽ എന്ന് പറയുന്നത്. അപ്പം അതിനെ അങ്ങനെ തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പ്രിസണിൽ തടങ്കലിൽ വയ്ക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതിൽ കരുതൽ തടങ്കലിനായി വ്യവസ്ഥ ചെയ്യുന്ന ഏതെങ്കിലും നിയമപ്രകാരം ഒരു പ്രിസണിലെ തടങ്കലും ഉൾപ്പെടുന്നതാണ്. അപ്പം തടങ്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയെ എന്തെങ്കിലും ഒരു കുറ്റത്തിന് തടവിലാക്കപ്പെട്ട വ്യക്തി എന്താണ്? തടങ്കലാണെന്ന് പറയും. അതുപോലെ തന്നെ കരുതൽ തടങ്കൽ, വിചാരണ കൂടാതെ തടങ്കലിലൊക്കെ ആക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് കരുതൽ തടങ്കൽ എന്ന് പറയും. അപ്പം ഈ 2 കാര്യങ്ങളും എന്തിനകത്ത് വരും? തടങ്കലിനകത്ത് വരും. അപ്പം ക്ലിയർ ആണല്ലോ. അപ്പം കൗമാരപ്രായം കഴിഞ്ഞു, പ്രായപൂർത്തിയായി, നമ്മൾ സിവിൽ തടവുകാരനെ കണ്ടു കഴിഞ്ഞു. മറ്റൊന്ന് തടങ്കൽ എന്നാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് ക്രിമിനൽ തടവുകാരൻ. 2ന്റെ 11ാമത്തെ സബ്സെക്ഷൻ പറയുന്നത് ക്രിമിനൽ തടവുകാരൻ എന്നുള്ളതാണ്. എന്താണ് ക്രിമിനൽ തടവുകാരൻ എന്ന് പറയുന്നത്? ഇപ്പം ക്രിമിനൽ അധികാരമുള്ള സ്ഥാപനങ്ങൾ, അധികാര സ്ഥാനത്തിൻ്റെ റിട്ടോ വാറന്റോ അല്ലെങ്കിൽ ഉത്തരവോ അല്ലെങ്കിൽ ഒരു സൈനിക കോടതി ഉത്തരവ് പ്രകാരമോ കസ്റ്റഡിയിലേക്ക് അയച്ചിട്ടുള്ള ഏതൊരാളിനെയും എന്ത് പറയുന്നു? ക്രിമിനൽ തടവുകാരൻ എന്ന് പറയുന്നു. അപ്പം ക്രിമിനൽ കാര്യങ്ങളൊക്കെ നോക്കുന്ന അധികാര സ്ഥാപനം ഒരു കുറ്റവാളി എന്ന് പറയുന്ന ഒരു ക്രിമിനൽ കുറ്റവാളിയാണെങ്കിൽ അദ്ദേഹം എന്ത് തന്നെയാണ്? ക്രിമിനൽ തടവുകാരനായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ സൈനിക നടപടികളിലൂടെയൊക്കെ എന്താണ് കസ്റ്റഡിയിലേക്ക് പോകുന്ന ആളെയും നമ്മൾ എന്തെന്ന് പറയും? ക്രിമിനൽ തടവുകാരൻ എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പം ക്രിമിനൽ അധികാര വിനിയോഗിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളിലൂടെ റിട്ടോ വാറന്റോ ഒക്കെ കൂടി കസ്റ്റഡിയിലേക്ക് പോകുന്ന ഒരാളും സൈനിക നടപടികളുടെ ഭാഗമായിട്ട് കസ്റ്റഡിയിലേക്ക് പോകുന്ന ആളും എന്തെന്ന് പറയും? ക്രിമിനൽ തടവുകാരൻ എന്ന് പറയും. അപ്പോൾ ആ ഡെഫിനിഷൻ ഒന്ന് നോക്കുക. ക്രിമിനൽ കുറ്റത്തിന് പോകുന്ന ആളെല്ലാം എന്താണ്? ക്രിമിനൽ തടവുകാരനാണ്. അതിലൊരു മാറ്റവും ഇല്ല. ഓക്കെ. അടുത്തത് അപകടകാരിയായിട്ടുള്ള തടവുകാരൻ. 2ന്റെ 12ാമത്തെ സബ്സെക്ഷൻ എന്താണ്? അപകടകാരി. പേരിൽ തന്നെയുണ്ട്. ഒന്ന് അക്രമവാസനയുള്ളതായ ഒരു വ്യക്തിയായിരിക്കും അല്ലേ, കുറച്ച് ടെററായിരിക്കും ആള്. അപ്പം അത്തരത്തിൽ അപകടകരമായ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, ജയിലിൽ ചാടാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ശ്രമിക്കുന്ന വ്യക്തിയൊക്കെ എന്താണ്? കുറച്ച് അപകടകാരിയാണ്. അത്തരമുള്ള ആളുകളാണ് അപകടകാരിയായ തടവുകാരനാവുന്നത്. തീക്ഷ്ണമായ ആക്രമണ സ്വഭാവമുള്ളതോ തുടർച്ചയായി അക്രമ സ്വഭാവം പ്രകടിപ്പിക്കുന്നതോ തടവ് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതോ ആയ വ്യക്തി എന്തിനകത്ത് പെടും? നമ്മുടെ അപകടകാരിയായ തടവുകാരൻ എന്ന് പറയുന്ന ഇതിലേക്ക് പോകും. അടുത്തത് 14 ഡെറ്റിന്യൂ എന്ന് പറയുന്ന ഒരു വാർഡാണ്. ഡെറ്റിന്യൂ എന്ന് പറഞ്ഞാൽ കരുതൽ തടങ്കലിലുള്ള ഒരു വ്യക്തിയാണ്. വിചാരണയൊന്നും കൂടാതെ നമ്മൾ കരുതൽ തടങ്കലില്ല, എന്തെങ്കിലും നാട്ടിലൊരു പ്രശ്നം വരുന്ന സമയത്ത് നാട്ടിലെ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ നോട്ട് ചെയ്തുകൊണ്ട് ആദ്യം തന്നെ കസ്റ്റഡിയിലെടുക്കും. അത്തരം വ്യക്തികളെയാണ്, അത്തരം കൊണ്ടുപോകുന്ന ആ ഒരു വ്യക്തികളെ നമ്മൾ ഡെറ്റിന്യൂ എന്നാണ് പറയുന്നത്. അപ്പം ഏതെങ്കിലും നിയമപ്രകാരം കരുതൽ തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തി. ഓക്കെ. അപ്പം വിചാരണ കൂടാതെ കസ്റ്റഡിയിൽ തടവിലാക്കപ്പെട്ട വ്യക്തിയും എന്ത് തന്നെയാണ്? ഡെറ്റിന്യൂ എന്ന് പറയുന്ന കരുതൽ തടങ്കലിനകത്ത് വരും. അതാണ് ഡെറ്റിന്യൂ എന്ന് പറയുന്ന വ്യക്തി. ബാക്കിയെല്ലാം നിങ്ങൾക്കൊരു നമ്മൾ കേൾക്കുന്നതാണ്, അത് കുറച്ച് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമ തോന്നുന്നൊരു വേർഡാണ്. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? 16ാമത്തേത് അകമ്പടി സന്ദർശനം.
എന്താണ് അകമ്പടി സന്ദർശനം? നമ്മുടെ നിയമത്തിൽ അകമ്പടി സന്ദർശനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് ചോദിക്കാം. അകമ്പടി സന്ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടവ് പുള്ളിക്ക് സാധാരണ അവധി കൊടുക്കാറുണ്ട്, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യം പരോളൊക്കെ അനുവദിക്കുന്നുണ്ട്. ഇതൊന്നും ലഭിക്കാത്ത വ്യക്തികൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനോ പോകണമെന്നുണ്ടെങ്കിൽ അകമ്പടി പോലീസിൻ്റെ വിത്ത് പോലീസ് പ്രൊട്ടക്ഷൻ അവരെ കൊണ്ടുപോകും. അവർ ഏത് ആവശ്യമാണോ അതിനു വേണ്ടി കൊണ്ടുപോകും. പോകുന്നതിനെയാണ് നമ്മൾ അകമ്പടി സന്ദർശനം എന്ന് പറയുന്നത്. ഈ ഒരു പോകുന്ന സമയത്ത് പോകുന്നതും വരുന്നതും കൂട്ടാതെ 24 മണിക്കൂറാണ് ഈ അകമ്പടി സന്ദർശനത്തിന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്? അടിയന്തര അവധിക്ക് അർഹനല്ലാത്തൊരു തടവുകാരൻ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രാ സമയം ഒഴികെ 24 മണിക്കൂറിൽ കവിയാത്ത ഏതെങ്കിലും സ്ഥലത്തേക്കുള്ള അകമ്പടിയോടുകൂടിയുള്ള സന്ദർശനം. എന്താണ്? അകമ്പടിയോടുകൂടിയുള്ള സന്ദർശനമാണ് അകമ്പടി സന്ദർശനം. ഏതെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സമയം കൂട്ടാതെ 24 മണിക്കൂറിൽ കുറവായിരിക്കണം ഈ പറയുന്ന അകമ്പടി സന്ദർശനം. അതും കൂടി നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇനി 20ാമത്തെ സബ്സെക്ഷൻ എന്താണ്? ഹിസ്റ്ററി ടിക്കറ്റ്. എന്താണ് ഹിസ്റ്ററി? പേരിൽ തന്നെയുണ്ട്. ഒരു തടവുകാരനെ കുറിച്ചുള്ള ഫുൾ ഹിസ്റ്ററി രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു ടിക്കറ്റാണ് ഹിസ്റ്ററി ടിക്കറ്റ് എന്ന് പറയുന്നത്. ഹിസ്റ്ററി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തടവ് പുള്ളിയെക്കുറിച്ച്, ഒരു തടവുകാരനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അയാളുടെ ഫുൾ ഹിസ്റ്ററി രേഖപ്പെടുത്തുന്ന ഒരു ടിക്കറ്റാണ് ഹിസ്റ്ററി ടിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ പേരിൽ തന്നെ ഓർത്തിരിക്കാം. ക്ലിയർ ആണല്ലോ? അടുത്തത് 30ാമത്തെ സബ്സെക്ഷനിൽ കുറ്റം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പറയാറുണ്ടോ അവന് കുറ്റം ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ രാജ്യത്ത് നിൽക്കുന്ന ഏതെങ്കിലും നിയമവ്യവസ്ഥ അനുസരിച്ചുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊരു കുറ്റമാണ്. ഞാൻ ഒരാളെ കൊന്നു. എന്തുകൊണ്ടാണ് അത് കുറ്റമാകുന്നത്? നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തുണ്ട്? കൊന്നാൽ അത് കുറ്റമാണ്, കൊല്ലുന്നതൊരു കുറ്റമാണ് എന്ന് പറയുന്ന നിയമം ഇവിടെ ഉള്ളത് കൊണ്ടാണ് അതൊരു കുറ്റമാവുന്നത്. അപ്പോൾ എന്താണ്? തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമം ശിക്ഷാർഹമാകുന്ന ഒരു പ്രവൃത്തിയോ വീഴ്ചയോ എന്നർത്ഥം. ഇവിടെ ശിക്ഷ അർഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ അതെന്താണ്? കുറ്റമാണ്. അപ്പം അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് 31ാമത്തെ സബ്സെക്ഷനിൽ പറയുന്നത് പരോൾ. എന്താണ് പരോൾ എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണ് പരോൾ? നിർണയിക്കപ്പെടാവുന്ന പ്രകാരമുള്ള നടപടിക്രമങ്ങളും ഉപാധികളും പാലിച്ചുകൊണ്ട് തടവുകാരെ ഒരു പ്രത്യേക കാലയളവിലേക്ക് എന്ത് ചെയ്യുന്നു? താൽക്കാലികമായി വിട്ടയക്കുക. നമുക്കറിയാവുന്ന കാര്യമാണല്ലേ പരോൾ എന്താണ്? നമ്മൾ ന്യൂസിലെ കാണും, ഇന്നാക്ക് പരോൾ അനുവദിച്ചു, അല്ലെ ഇത്ര മാസത്തെ പരോള, ഇത്ര ദിവസത്തെ പരോൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട്. നമ്മൾ സിനിമയിൽ തന്നെ കണ്ടിട്ടുണ്ട് പരോൾ എന്താണ്. അതുകൊണ്ട് നമുക്കറിയാം താൽക്കാലികമായിട്ട് എന്താണ് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ നിർണയിക്കപ്പെടാവുന്ന നടപടിക്രമങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായിട്ടൊരു തടവുകാരൻ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അവധി കൊടുത്താൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? പരോൾ എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നിർവചനങ്ങളിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സെക്ഷനിൽ 2 സെക്ഷനിൽ നിർവചനങ്ങളിനകത്ത് പ്രധാനപ്പെട്ട നിർവചനങ്ങൾ നമ്മൾ നോക്കി. കൗമാരപ്രായം നോക്കി, പ്രായപൂർത്തി, സിവിൽ തടവുകാരൻ എന്താണ്, ക്രിമിനൽ എന്താണ്, തടങ്കൽ, അതുപോലെ തന്നെ ഡെറ്റിനു എന്താണെന്ന് നോക്കി, കുറ്റം, പരോൾ, അകമ്പടി സന്ദർശനം, അതുപോലെ തന്നെ ഹിസ്റ്ററി ടിക്കറ്റ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിർവചനങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത്. നമുക്ക് 3ാമത്തെ സെക്ഷനിലേക്ക് പോവാം. 3ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് അധ്യായം 2 ആണ്. 20 അധ്യായത്തിലെ 2ാമത്തെ അധ്യായത്തിലാണ് പ്രിസണുകളുടെ സ്ഥാപനവും ഭരണപരമായിട്ടുള്ള വ്യവസ്ഥിതി. അപ്പം ഭരണപരമായിട്ടൊരു പ്രിസണിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് 3ാമത്തെ സെക്ഷനിലാണ്. അപ്പം അത് അധ്യായം ഏതാണ്? 2ാമത്തേതാണ്. അപ്പം ഭരണപരമാണ്. അപ്പോൾ ഒരു പ്രിസണുകളുടെ ഭരണപരമായ കാര്യങ്ങൾക്ക് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രിസണുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ പ്രിസണുകളുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാരാണ് എന്ന് ചോദിച്ചാൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇന്നും അതുപോലെയാണ് നമ്മൾ അതിനുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഡയറക്ടർ ജനറൽ, അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ജനറൽ, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ, മറ്റ് സംശുദ്ധീകരണ സന്മാർഗിക ഉദ്യോഗസ്ഥർ, തെറ്റുതിരുത്താൻ വേണ്ടിയിട്ടുള്ള മറ്റു ഉദ്യോഗസ്ഥർ എന്നുള്ള അർത്ഥം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പം ഇവരെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? സർക്കാരാണ്. സർക്കാരിന് അതിനുള്ള അധികാരം കൊടുക്കുന്ന സെക്ഷൻ എത്രയാണ്? 3ാമത്തെ സെക്ഷനാണ്. അപ്പം 3ാമത്തെ സെക്ഷൻ എന്താ പറയുന്നത്? ഡയറക്ടർ ജനറൽ, അതുപോലെ തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ, ഇൻസ്പെക്ടർ ജനറൽ, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ, മറ്റുദ്യോഗസ്ഥർ. ഒരു പ്രസിഡന്റിലേക്ക് വേണ്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? സർക്കാരിനാണ് എന്ന് പറയുന്ന സെക്ഷൻ എത്രയാണ്?
മൂന്നാമത്തെ സെക്ഷനാണ്. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ മൂന്നാമത്തെ സെക്ഷൻ സർക്കാരിൻ്റെ അധികാരത്തെക്കുറിച്ച് പഠിക്കുന്നു. അപ്പം എല്ലാ സംസ്ഥാനത്തെ എല്ലാ പ്രിസണുകളുടെയും അധികാരം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ഉണ്ടായിരിക്കും. ഡയറക്ടർ ജനറലെ നിയമിക്കണം. അത് ആരുടെ ചുമതലയാണ്? സർക്കാരിൻ്റെ ചുമതലയാണ്. അദ്ദേഹത്തിന് തൊട്ട് താഴെയുള്ള മറ്റുദ്യോഗസ്ഥരുണ്ട്. എന്തൊക്കെയാണ്? അയാളെ സഹായിക്കാൻ ഇൻസ്പെക്ടർ ജനറൽ, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ, ബാക്കിയുള്ള ഉദ്യോഗസ്ഥർ. ഇവരെയൊക്കെ നിയമിക്കുന്നത് ആര് തന്നെയാണ്? സർക്കാർ തന്നെയാണ്. ക്ലിയർ ആണല്ലോ. അപ്പം സംസ്ഥാനത്തെ എല്ലാ പ്രസിഡന്റുകളുടെയും അധികാരിയായിട്ടുള്ള അല്ലെങ്കിൽ ചുമതലയുള്ള നിർവഹണം നടത്തുന്ന വ്യക്തി ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആണ്. ഡയറക്ടർ ജനറലെ നിയമിക്കുന്ന ആരാണ്? സർക്കാരാണ്. അദ്ദേഹത്തെ സഹായിക്കാനായി ഇൻസ്പെക്ടർ ജനറൽ, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ, മറ്റുദ്യോഗസ്ഥർ ഇവരെയും ആര് നിയമിക്കണം? സർക്കാർ നിയമിക്കണം. ഏത് സെക്ഷൻ പറയുന്നു? സെക്ഷൻ മൂന്നാമത്തെ സെക്ഷൻ പറയുന്നു. അപ്പൊ ക്ലിയർ അല്ലേ? മൂന്നാമത്തെ സെക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അപ്പൊ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് സർക്കാരാണ് എന്ന് പറയുന്ന സെക്ഷൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാലാമത്തെ സെക്ഷൻ എന്താ പറയുന്നത്? ഡയറക്ടർ ജനറലിന്റെ അധികാരങ്ങളും ചുമതലകളും. അപ്പം ഡയറക്ടർ ജനറൽ ആരാണ് നമ്മൾ പഠിച്ചു അല്ലേ? സംസ്ഥാനത്തെ എല്ലാ പ്രസിഡന്റുകളുടെയും ഭരണനിർവഹണം നടത്തുന്ന വ്യക്തിയാണ് ഏതെന്ന് പറയുന്നത്? ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്തൊക്കെ അധികാരങ്ങളുണ്ട്, ചുമതലകളുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിൽ ഈ ഒരു ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും അധികാരങ്ങളും ചുമതലകളും അദ്ദേഹം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുകയും ചെയ്യണം. അതുകൂടാതെ കുറച്ച് അല്ലാത്ത അധികാരങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ അധികാരം എന്ന് പറയുന്നത് തടവുകാരുടെയും പ്രിസണുകളുമായി ബന്ധപ്പെട്ട സർക്കാർ നയങ്ങൾ നടപ്പിലാക്കുക. സർക്കാരിന് പ്രിസണുകളുമായി ബന്ധപ്പെട്ട് കുറച്ച് നയങ്ങളുണ്ടാവും. ഈ നയങ്ങളൊക്കെ പ്രിസണുകളിൽ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഈ പറയുന്ന ഡയറക്ടർ ജനറലാണ്. അപ്പം ആ പറയുന്ന അധികാരം ആർക്കാണ്? ഉത്തരവാദിത്തം ആർക്കുണ്ട്? സർക്കാരിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുക, തടവുകാരെയും അതുപോലെ തന്നെ പ്രിസണുകളുമായി ബന്ധപ്പെട്ട എല്ലാ നയങ്ങളും സർക്കാരിൻ്റെ നയങ്ങൾ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മുടെ ഡയറക്ടർ ജനറലാണ്. അപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ അത് കിട്ടി. അതുപോലെ തന്നെ അവിടുത്തെ ഓരോ പ്രസിഡന്റുകൾ എടുത്തു കഴിഞ്ഞാൽ പ്രസിഡന്റുകളിൽ പല കാര്യങ്ങളുണ്ടാവും അല്ലേ? അപ്പോൾ അവിടെയുള്ള സേവനങ്ങൾ, അതുപോലെ തന്നെ ആ സേവനങ്ങളെ ആസൂത്രണം ചെയ്യുക, സംഘടിപ്പിക്കുക, ഏകോപിപ്പിക്കുക, നിയന്ത്രിക്കുക. പ്രസിഡന്റുകളുമായി ബന്ധപ്പെടുന്ന സേവനങ്ങളെയും പ്രവർത്തികളെയും തമ്മിൽ എന്ത് ചെയ്യുക? ആസൂത്രണം ചെയ്യുക, അതൊന്ന് ഏകോപിപ്പിക്കുക, അതൊക്കെ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ അതൊക്കെ എന്ത് ചെയ്യുക? നമ്മുടെ സംഘടിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഡയറക്ടർ ജനറലുണ്ട്. സർക്കാരിൻ്റെ നയങ്ങൾ നടപ്പിലാക്കണം, അവിടുത്തെ പ്രവർത്തികളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കണം. മറ്റൊന്നെന്താണ്? ഇത് കൂടാതെ മറ്റ് സർക്കാർ പറയുന്ന മറ്റ് പ്രവർത്തനങ്ങളുകൂടി അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്? ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി പ്രസന്റ് സ്ഥാപനങ്ങൾ പരിശോധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംസ്ഥാനത്തെ എല്ലാ പ്രസിഡന്റുകളുടെയും ചുമതലയുള്ള വ്യക്തിയാണ് ആര്? ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ആ ഡയറക്ടർ ജനറൽ എല്ലാ പ്രസിഡന്റുകളെയും സ്ഥാപനങ്ങളെയും സന്ദർശിക്കണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ പരിശോധിക്കണം. തടവുകാരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ നീക്കം ചെയ്യുക, അതുപോലെ തന്നെ സംശുദ്ധീകരണ സന്മാർഗിക സേവനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾ കൃത്യമായി എല്ലാ പ്രസിഡന്റുകളിൽ നടക്കുന്നുണ്ടോ? പുനരധിവാസ പ്രവർത്തനങ്ങൾ പ്രസിഡന്റുകളിൽ നടക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ചികിത്സാ സൗകര്യങ്ങൾ, എന്തെങ്കിലും കുറവുകൾ, തടവുകാരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ? പരിശീലന പരിപാടികൾ നടക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഏതെങ്കിലും പ്രസിഡന്റുകളിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ടോ? ഇത്തരമുള്ള പ്രവർത്തികൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? ഡയറക്ടർ ജനറലിന്റെ ചുമതലയാണ്. അപ്പോൾ ഡയറക്ടർ ജനറലിന്റെ അധികാരങ്ങളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും പറയുന്ന സെക്ഷൻ എത്രയാണ്? സെക്ഷൻ നാലാമത്തെ സെക്ഷനാണ്. എന്തൊക്കെ അധികാരങ്ങളും ചുമതലകളുമാണ് എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞു അല്ലേ? എല്ലാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, ആസൂത്രണം ചെയ്യുക, തടവുകാരുടെ ക്ഷേമവും പുനരധിവാസവും അതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളും പരിശീലനമൊക്കെ നടക്കുന്നുണ്ടോ കൃത്യമായി ഒന്ന് മോണിറ്റർ ചെയ്യുക. അത് ആരുടെ ചുമതലയാണ്? നമ്മുടെ ഡയറക്ടർ ജനറലിൻ്റെ ചുമതലയാണ്. ഇതുകൂടാതെ മറ്റെന്തെങ്കിലും ചുമതലകൾ സർക്കാർ കൊടുക്കുകയാണെങ്കിൽ അതും ആര് ചെയ്യണം? ഡയറക്ടർ ജനറൽ ചെയ്യണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് നാലാമത്തെ സെക്ഷനാണ്. ഇനി നാലാമത്തെ സെക്ഷനിൽ അതുപോലെ തന്നെ ഭരണപരമായിട്ടുള്ള അതുപോലെ തന്നെ ധനപരവും അച്ചടക്കപരവുമായിട്ടുള്ള അധികാരങ്ങളും ഉത്തരവ് വഴി സർക്കാർ അദ്ദേഹത്തിന് പ്രത്യേകമായി നൽകുന്ന അധികാരങ്ങൾ വിനിയോഗിക്കണം. അതാണ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സർക്കാർ ഇത് കൂടാതെ എന്തെങ്കിലുമൊക്കെ അധികാരങ്ങൾ പുള്ളിക്ക് ചുമതലകൾ കൊടുക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം? ഈ പറയുന്ന ഡയറക്ടർ ജനറൽ നിർവഹിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള
എന്താണ് ഒന്നോ അതിലധികമോ അധികാരങ്ങൾ അദ്ദേഹത്തിൻ്റെ തൊട്ടു താഴെയുള്ള ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ ഉദ്യോഗസ്ഥരുണ്ട്. അത് നമ്മൾ തൊട്ട് മുന്നത്തെ സെക്ഷനിൽ കണ്ടതാണ്. അപ്പം ഈ അദ്ദേഹത്തിൻ്റെ കുറച്ച് അധികാരങ്ങൾ, കുറച്ച് ചുമതലകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന കാര്യങ്ങളൊന്നും വീതം വെച്ച് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാം എന്നുള്ള സെക്ഷനും കൂടിയാണ് ഇത് പറയുന്നത്, 4ാമത്തെ സെക്ഷനും കൂടി പറയുന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പം 4ാമത്തെ സെക്ഷൻ എന്തിനെക്കുറിച്ച് പറയുന്നു? ഡയറക്ടർ ജനറലിൻ്റെ അധികാരങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ ചുമതലകളെക്കുറിച്ചും. 5ലേക്ക് പോകുമ്പോൾ നമ്മൾ മേഖലാ ആസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് ഇൻട്രൊഡക്ഷനായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മേഖലാ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ജയിൽ വകുപ്പിൻ്റെ സോണലുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് സെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 5ാമത്തെ സെക്ഷൻ, ഈ നിയമത്തിൻ്റെ 5ാമത്തെ സെക്ഷനാണ് സോണൽ ആസ്ഥാനങ്ങളുടെ ഘടനയെക്കുറിച്ച് പറയുന്നത്. അപ്പം എങ്ങനെയായിരിക്കണം, നമുക്കിപ്പോൾ സൗത്ത് സോൺ ഉണ്ട്, നോർത്ത് സോൺ ഉണ്ട്, സെൻട്രൽ സോൺ ഉണ്ട്. അപ്പം അതുമായി ബന്ധപ്പെടുന്ന എങ്ങനെ തിരിക്കണം എന്നുള്ള കാര്യങ്ങൾ സെക്ഷൻ 5ലാണ് പറയുന്നത്. അപ്പം എന്താണ്, അതായത് സംസ്ഥാനത്ത് എത്ര മേഖലകളായി തിരിക്കണം എന്നുള്ളത് അതിൻ്റെ എന്താണ് നടത്തിപ്പിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പം ഒരു പ്രസിഡന്റുകളെ സംബന്ധിച്ച് അവിടുത്തെ സേവനങ്ങളുടെയും ഭരണനിർവഹണത്തിൻ്റെയും നടത്തിപ്പിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മേഖലകളായി സംസ്ഥാനത്തെ വിഭജിക്കണം എന്ന് പറയുന്ന സെക്ഷൻ എത്രയാണ്? 5. അപ്പം സെക്ഷനുകളായി സംസ്ഥാനത്തെ വിഭജിക്കാം എന്ന് പറയുന്ന സെക്ഷൻ എത്രയാണ്? സെക്ഷൻ 5 മറക്കരുത്. ക്ലിയർ ആണല്ലോ. അപ്പം ഒരു സെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഒരു ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഉണ്ടാവും. ആ ജനറലായിരിക്കും, ഒരു ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലായിരിക്കും ഒരു മേഖലയുടെ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നത്? ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ചുമതലയുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പം മേഖലകളായിട്ട് തിരിക്കുക, എത്ര വേണം അത്രയും മേഖലകളാക്കുക. ആ മേഖലകളുടെ നിയന്ത്രണം ആരുടെ മേൽനോട്ടത്തിലായിരിക്കണം? ഒരു ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലിൻ്റെ മേൽനോട്ടത്തിലായിരിക്കണം. ഏത് സെക്ഷനാ? 5ാമത്തെ സെക്ഷൻ പറയുന്നു. അതുപോലെ തന്നെ സൂപ്രണ്ടും മറ്റ് കീഴുദ്യോഗസ്ഥരും ഈ പറയുന്ന നിയമപ്രകാരം ഉള്ള ചട്ടങ്ങൾ അനുസരിച്ച് ഇദ്ദേഹത്തെ എന്ത് ചെയ്യണം? ആ പ്രസിഡന്റ് പ്രവർത്തനങ്ങൾക്കും ആ മേഖലയുടെ പ്രവർത്തനങ്ങൾക്കും എന്ത് ചെയ്യണം? സഹായിക്കണം. വളരെ സിമ്പിളാണ്. നമ്മൾ മേഖലകളായിട്ട് തിരിക്കുന്നു. 5ാമത്തെ സെക്ഷൻ പറയുന്നു മേഖലകളായിട്ട് തിരിച്ചാൽ പോരാ, ഓരോ മേഖലയ്ക്കും ഒരു അധികാരി ഉണ്ടാവണം. ഒരു ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ മേഖലയുടെ അധികാരിയായിട്ട് വരുന്നു. അദ്ദേഹത്തെ സഹായിക്കാൻ ആരുണ്ടാവും? പ്രസിഡന്റ്, സൂപ്രണ്ടും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരുണ്ടാവും. കൃത്യമാണല്ലോ. 5ാമത്തെ സെക്ഷൻ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല, ജസ്റ്റ് പഠിക്കുക എന്താണ് മേഖലാ ആസ്ഥാനങ്ങളുടെ ഘടന എങ്ങനെയാണ് എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ. 5ാമത്തെ സെക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 6ാമത്തെ സെക്ഷൻ. ഇപ്പം 5ാമത്തെ സെക്ഷനിൽ ഇപ്പോൾ ഓരോ സെക്ഷനും തുടർച്ചയായിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പം സോണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിച്ചു. അപ്പം സോണലിൽ ആദ്യം ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലിൻ്റെ അധികാരിയാണ്. അദ്ദേഹത്തെ സഹായിക്കുന്നത് ആരാണ്? നമ്മൾ പഠിച്ചു. ആരാണ്? സൂപ്രണ്ട് ഉണ്ട്. അതേപോലെ തന്നെ മറ്റുദ്യോഗസ്ഥരുണ്ട്. ഈ പറയുന്ന പ്രിസണുകളുടെ സൂപ്രണ്ടും മറ്റുദ്യോഗസ്ഥരും എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 6. എന്താണ്? സെക്ഷൻ 6 സൂപ്രണ്ടും മറ്റുദ്യോഗസ്ഥരെ കുറിച്ച് പഠിക്കുന്നു. അപ്പം സെക്ഷൻ 6ൽ സൂപ്രണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഓരോ പ്രസിഡന്റിന്റെയും പ്രവർത്തനത്തിന് വേണ്ടി എന്ത് വേണം? നിർദ്ദേശിക്കപ്പെടുന്ന പ്രകാരം ഒരു സൂപ്രണ്ട് ഉണ്ടാവണം, ഒരു മെഡിക്കൽ ഓഫീസർ, ഒരു വെൽഫെയർ ഓഫീസർ, അതുപോലെ തന്നെ മറ്റ് മിനിസ്റ്റീരിയൽ ജീവനക്കാരും ഉണ്ടായിരിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ വെൽഫെയർ ഓഫീസറിൻ്റെ ജോലി എന്താണ്, മെഡിക്കൽ ഓഫീസറിൻ്റെ ജോലി എന്താണ്, സൂപ്രണ്ടിൻ്റെ ചുമതല എന്താണ്, മറ്റ് സ്റ്റാഫുകളുടെ ചുമതല എന്താണ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ആ ക്ലാസ് ഒന്നും കൂടി കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ ചുമതലകളെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഈ പറയുന്ന വ്യക്തികളെക്കുറിച്ച് പറയുന്നത് ഏത് സെക്ഷനാണ്? സെക്ഷൻ 6ാമത്തെ സെക്ഷനാണ്. എന്ത് ചെയ്യണം? ഒരു പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നിർദ്ദേശിക്കപ്പെടുന്ന പ്രകാരം ഒരു സൂപ്രണ്ട് ഉണ്ടാവണം, മെഡിക്കൽ ഓഫീസർ ഉണ്ടാവണം, വെൽഫെയർ ഓഫീസർ, അതുപോലെ തന്നെ അതുകൂടാതെയുള്ള മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, മറ്റ് ഉദ്യോഗസ്ഥരും ഉണ്ടാവണം എന്ന് പറയുന്ന സെക്ഷൻ 6. വളരെ ചെറിയൊരു സെക്ഷനാണ്. സെക്ഷൻ 6 എന്താണ് എന്നുള്ളത് പഠിക്കാം. ഈ സെക്ഷനിലൊക്കെ കുറേ സബ് സെക്ഷനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പോൾ സെക്ഷൻ 6 കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്ഷൻ 7ലേക്ക് പോവാം. എന്താണ് സെക്ഷൻ 7 എന്ന് പറയുന്നത്? തടവുകാരുടെ താമസ സൗകര്യം. തടവുകാരുടെ താമസ സൗകര്യത്തെക്കുറിച്ച് പറയുന്നത് ഏത് സെക്ഷനാണ്? 7ാമത്തെ സെക്ഷനാണ്. ഇപ്പോൾ ഒരു വ്യക്തി കുറ്റവാളിയാണെന്ന് പറഞ്ഞു തടവിലാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ തടവിലാകുന്ന വ്യക്തിയുടെ താമസ സൗകര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ ഈ നിയമത്തിൽ പറയുന്നുണ്ട്. ഈ നിയമപ്രകാരം ഏതൊരു പ്രസിഡന്റിനെയും താമസ സൗകര്യം ഏത് രീതിയിലാണോ വേണ്ടത് അങ്ങനെയുള്ള രീതിയിൽ നിർമ്മിച്ചു കൊടുക്കാനുള്ള അധികാരം സർക്കാരിനാണ്.
അപ്പോൾ ഇത് സർക്കാരിൻ്റെ ചുമതലയാണ്. സർക്കാരിനാണ് ഈ ആക്ടിൻ്റെ ആവശ്യകതകൾ നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ട് പ്രസിഡന്റുകളുടെ താമസ സൗകര്യം അങ്ങനെ ഏത് രീതിയിലാണോ വേണ്ട അങ്ങനെയുള്ള രീതിയിൽ നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്, അങ്ങനെയുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? സർക്കാരിനാണ്. അപ്പോൾ തടവുകാരുടെ താമസ സൗകര്യത്തെക്കുറിച്ച് ആർക്കാണ് ഉത്തരവാദിത്തമുള്ളത്? അത് നിർമ്മിച്ചു കൊടുക്കാനുള്ള അല്ലെങ്കിൽ അത് സജ്ജീകരിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനാണ്. അത് മാത്രമാണ് സെക്ഷൻ 7 പറയുന്നത്. സെക്ഷൻ 7 പറയുന്ന പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു തടവുകാർക്ക് എന്താണ്, അവർക്കൊരു മാന്യമായ നിലവാരത്തിലുള്ളൊരു ജീവിതം വ്യവസ്ഥ ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നിയമപ്രകാരം നിയമത്തിൻ്റെ ചട്ടങ്ങളിലോ വ്യവസ്ഥകൾക്കും നിർണ്ണയിക്കപ്പെടാവുന്ന ഉപാധികൾക്കും വിധേയമായിക്കൊണ്ടാണ് ഈ നിയമത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ വഴിയെ പഠിക്കും, തടവുകാർക്കുള്ള സെല്ലുകൾ എങ്ങനെയാവണം എന്നൊക്കെ ഉള്ളത് കൃത്യമായി നിർവചിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അവർക്ക് ജയിലിൽ എന്ത് ചെയ്യണം, പ്രസിഡന്റുകൾ ഒരു മാന്യമായ ജീവിതം നിലവാരം കിട്ടുന്ന രീതിയിലാവണം ഈ പറയുന്ന ഇതിൻ്റെ ഒരു ഘടന, പ്രസിഡന്റുകളുടെ ഘടന എന്ന് പറയുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾക്കുള്ള ഉത്തരവാദിത്വം ഇവരുടെ താമസ സൗകര്യവുമായി ബന്ധപ്പെടുന്ന ചുമതല ആർക്കാണ്? സർക്കാരിനാണ് എന്നുള്ളത് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ അതെന്ത് സെക്ഷനാണ്? സെക്ഷൻ 7 സെക്ഷനാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് 8 സെക്ഷൻ നോക്കാം. സെക്ഷൻ 8 പ്രസിഡന്റുകളുടെ വിഭാഗങ്ങൾ. അപ്പോൾ 7 സെക്ഷൻ നമ്മൾ പറഞ്ഞ എന്താ, ഈ പറയുന്ന തടവുകാർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അല്ലെങ്കിൽ പ്രസിഡന്റുകൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ചുമതലയാണ് എന്ന് പറഞ്ഞു. അപ്പം അടുത്ത സെക്ഷൻ 8 സെക്ഷനിൽ പ്രസിഡന്റുകളുടെ വിഭാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പല തരത്തിലുള്ള പ്രസിഡന്റുകളുണ്ട്, നമ്മളതും ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ. ഹൈ സെക്യൂരിറ്റി പ്രസിഡന്റ്, സാധാ ജില്ലാ ജയിലുകൾ, അങ്ങനെ പല ജയിലുകളുണ്ട്. ഇവിടുത്തെ സൗകര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രസിഡന്റുകളുടെ വിഭാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ആക്ടിലെ അതുപോലെ തന്നെ ആക്ടിന് കീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളുടെയും ആവശ്യങ്ങൾക്കും അനുസരിച്ച് സർക്കാരാണ് വിജ്ഞാപനം വഴി എന്ത് തയ്യാറാക്കേണ്ടത്, എന്താണ് വിവിധ വിഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങൾ സ്ഥാപിക്കേണ്ടത്. അപ്പോൾ ഇതും ആരുടെ ചുമതലയാണ്? സർക്കാരിൻ്റെ ചുമതലയാണ് എന്നിവിടെ പറയുന്നു. സെക്ഷൻ 8 പറയുന്നു സംസ്ഥാന സർക്കാരാണ് പ്രശ്നങ്ങളുടെ വിജ്ഞാപനം വഴി ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവണം, എങ്ങനെയായിരിക്കണം അതിൻ്റെ രീതികളെന്ന് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം വഴിയാണ് പുറത്തിറക്കേണ്ടത്. അതെന്താവണം? നിയമത്തിൻ്റെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം. അപ്പോൾ ഒരു പ്രസിഡന്റിൻ്റെ നിർമ്മാണ രീതിയെക്കുറിച്ച്, അതുപോലെ തന്നെ സെല്ലുകളെ സംബന്ധിച്ചുള്ള തറയകലം, അതുപോലെ തന്നെ അന്തരീക്ഷ ഭാഗം എങ്ങനെയാവണം, വെന്റിലേഷൻ എങ്ങനെയാവണം, ഉറക്കത്താവളം അതായത് കിടക്കുന്ന സ്ഥലം എങ്ങനെയാവണം, കുളിസ്ഥലങ്ങൾ എങ്ങനെയാവണം, പ്രസിഡന്റിലെ അടുക്കള എങ്ങനെയാവണം, തൊഴിൽശാലകൾ, ആശുപത്രികൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാവണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, വിജ്ഞാപനം വഴി നിർദ്ദേശിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അതേ നിലവാരത്തിലുള്ള ആവശ്യകതകൾ അനുസരിച്ചായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വിഭാഗങ്ങളായിട്ട് ജയിലുകളെ എന്താണ് പണി കഴിപ്പിക്കുക അല്ലെങ്കിൽ നിർമ്മിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു പ്രസിഡന്റിനെ സംബന്ധിച്ച് അതിൻ്റെ നിർമ്മാണ രീതികളെക്കുറിച്ചും സെല്ലുകളെ സംബന്ധിച്ചും അതിൻ്റെ കിടക്കുന്ന മുറികളെ സംബന്ധിച്ചും അന്തരീക്ഷം, വെന്റിലേഷൻ, ജയിലുകൾ എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു ജയിലിലെ കുളിസ്ഥലം എങ്ങനെയായിരിക്കണം, അടുക്കള എങ്ങനെയായിരിക്കണം, തൊഴിൽ സ്ഥലങ്ങൾ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ തന്നെ കൃത്യമായി സർക്കാർ എന്ത് ചെയ്യണം, വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ടായിരിക്കണം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. ക്ലിയർ ആണല്ലോ. അത് സെക്ഷൻ എത്രയാണ്? സെക്ഷൻ 8. അതുപോലെ തന്നെ ഓരോ പ്രസിഡന്റിൻ്റെയും സുരക്ഷാ നിലവാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രസിഡന്റ് ഒരു ജയിലിൽ പോയി കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം വേണ്ടത് എന്താണ്? സുരക്ഷയാണ്. അപ്പോൾ ആ സുരക്ഷാ കുറിച്ചും കൃത്യമായി നിലവാരത്തെക്കുറിച്ചും കൃത്യമായി എന്ത് ചെയ്യണം, നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ടാവണം. അതേത് സെക്ഷനാണ്? സെക്ഷൻ 8 സെക്ഷൻ പ്രസിഡന്റുകളുടെ വിഭാഗങ്ങൾ. ക്ലിയർ ആണല്ലോ. പ്രസിഡന്റുകളുടെ വിഭാഗങ്ങൾ സെക്ഷൻ 8. ഓക്കെ, അടുത്തത് സെക്ഷൻ 9. തടവുകാരുടെ താൽക്കാലിക താമസ സൗകര്യം. തടവുകാർ താമസ സൗകര്യവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിൽ ഒരു ഇത്ര പേരെ ഉൾക്കൊള്ളാൻ പറ്റും, അതിൽ കൂടുതൽ തടവുകാരുണ്ട്, എന്നാൽ അവരെ മറ്റു പ്രശ്നങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് തോന്നുന്ന സമയത്ത്, ഒന്നുകിൽ ആ സമയത്ത്, അതല്ല വല്ല എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ്, സാംക്രമിക രോഗങ്ങളൊക്കെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു സമയത്ത് അവിടെ കുറച്ചധികം ആൾക്കാരെ താമസിക്കുന്നതിൽ എന്തെങ്കിലും അസൗകര്യമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ ഒരു താൽക്കാലിക പ്രസിഡന്റിലേക്കോ അല്ലെങ്കിൽ മറ്റ് താൽക്കാലിക കേന്ദ്രങ്ങളിലേക്കോ മാറ്റാവുന്നതാണ് എന്ന് പറയുന്ന സെക്ഷനാണ് 9 സെക്ഷൻ. എന്താണ്? തടവുകാരുടെ താൽക്കാലിക താമസ സൗകര്യം. എങ്ങനെയുള്ള സമയത്താണ്? ഒന്നുകിൽ പ്രസിഡന്റുകളിൽ സൗകര്യപ്രദമായും സുരക്ഷിതവുമായിട്ടുള്ള സൂക്ഷിക്കാൻ കഴിയുന്ന അത്രയും
തടവ് പുള്ളികളുണ്ട്. അന്നും അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ സൗകര്യങ്ങൾ പോരാ, അവരെ വേറൊരു പ്രസിഡന്റിലേക്ക് കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ എന്താണ് സാംക്രമിക രോഗമോ സുരക്ഷാ കാരണങ്ങളോയാൽ പ്രസിഡന്റിൽ തുടരാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം, നമ്മുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മറ്റൊരു പ്രസിഡന്റിലേക്കോ അനുയോജ്യമായ സ്ഥലത്തേക്കോ എന്ത് ചെയ്യാൻ പറ്റും, താൽക്കാലികമായി മാറ്റി താമസിപ്പിക്കാൻ പറ്റും. അത് തീരുമാനമെടുക്കുന്നത് ആരാണ്? ഡയറക്ടർ ജനറലാണ്. പ്രത്യേകം അത് നോട്ട് ചെയ്യണം. തടവുകാരുടെ താമസ സൗകര്യം, താൽക്കാലിക താമസ സൗകര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത് ആരാണ്? ഡയറക്ടർ ജനറലാണ്. ഒരു പ്രസിഡന്റിൽ ആവശ്യത്തിലധികം ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗകാരണങ്ങൾ സുരക്ഷാ കാരണങ്ങളാൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ താൽക്കാലിക താമസം ഒരുക്കാം. സെക്ഷൻ ഏതാണ്? സെക്ഷൻ 9ാമത്തെ സെക്ഷനാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ തടവുകാരുടെ താൽക്കാലിക താമസ സൗകര്യം. അടുത്തത് 10ാമത്തെ സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ മറ്റു വകുപ്പുകൾ ഈ പറയുന്ന ഡയറക്ടർ ജനറലിനെ സഹായിക്കണം എന്ന് പറയുന്ന സെക്ഷനാണ്. അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ സെക്ഷൻ 10ലാണ് പറയുന്നത്. അപ്പം ഈ പറയുന്ന സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ടിൻ പ്രകാരം ഒരു പ്രസിഡന്റിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും വിധം ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ, ഒരു പ്രസിഡന്റ് സുരക്ഷയ്ക്ക് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റുന്ന രീതിയിൽ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാകുകയാണ്, അല്ലെങ്കിൽ ഭക്ഷണവും ഏറ്റവും കുറഞ്ഞ താമസ സൗകര്യവും ഉൾപ്പെടെ പ്രസിഡന്റുകളുടെ ആവശ്യ സർവീസുകളുടെ സംരക്ഷണത്തിനായിട്ട് ഇത്തരം സമയങ്ങളിൽ മറ്റുദ്യോഗസ്ഥരെയോ മറ്റു വകുപ്പിലെ ഉദ്യോഗസ്ഥരെയോ സഹായം ആവശ്യപ്പെടാം എന്ന് ഏത് നിയമം പറയുന്നു? സെക്ഷൻ 10 പറയുന്നു. സെക്ഷൻ 10 പറയുന്നു, ഒരു സൂപ്രണ്ടിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം പറയുകയാണ്, ഈ പറയുന്ന സുരക്ഷാ കാരണങ്ങൾ, എന്തെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നം ഒരു പ്രസിഡന്റിൽ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം നമ്മൾ നേരിടുകയാണ്, അടിയന്തര സാഹചര്യത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണവും വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യകരമായിട്ട് വരുന്ന സമയത്ത് ഒന്നുകിൽ മറ്റു വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ സഹായമൊക്കെ ആർക്ക് നേടാൻ പറ്റും? ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് ലഭ്യമാക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു സഹായം അഭ്യർത്ഥിക്കാനും ആ സഹായം നൽകണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 10. മറ്റ് വകുപ്പുകൾ ഡയറക്ടർ ജനറലിനെ സഹായിക്കണം. ഇത്തരം സാഹചര്യങ്ങളിൽ മറ്റ് വകുപ്പുകൾ ഡയറക്ടർ ജനറലിനെ സഹായിക്കണം എന്ന് പറയുന്ന സെക്ഷൻ 10ആണ്. അപ്പോൾ സെക്ഷൻ 10 എന്താണ്? ഡയറക്ടർ ജനറലിനെ മറ്റ് വകുപ്പുകൾ സഹായിക്കണം എന്ന് പറയുന്ന സെക്ഷൻ. ഓക്കെ. അപ്പോൾ അത് അടിയന്തര സാഹചര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഇന്ന കാരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്ന് സഹായിക്കണം, സഹായം അഭ്യർത്ഥിച്ചാൽ ഉറപ്പായിട്ടും സഹായിക്കണം. ഓക്കെ ആണല്ലോ? അപ്പം അത്രയും അധ്യായം 2ൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി അധ്യായം 3ലേക്ക് വരുമ്പോൾ പരിശീലനമാണ്. ഇതാണ് പരിശീലനം. സെക്ഷൻ 11 മുതലാണ് പരിശീലനം ആരംഭിക്കുന്നത്. അധ്യായം 3 പരിശീലനമാണ്. പരിശീലനവുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം സംശുദ്ധീകരണ സന്മാർഗീകരണ ഭരണനിർവഹണ സംസ്ഥാന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സിഖയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പം സിഖ എന്നാണ് സ്ഥാപിച്ചത്, ആ വർഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചു പോയിട്ടുണ്ട്. പരിശീലന കേന്ദ്രം ആരംഭിച്ചത്, സിഖയുടെ എക്സ്റ്റൻഷൻ സർവീസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ പ്രസിഡന്റുകളിലെ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ വാർഡൻ ജീവനക്കാർക്കുമുള്ള അടിസ്ഥാന പരിശീലനം നൽകുന്നതിനും റിഫ്രഷറും റീഓറിയന്റേഷൻ കോഴ്സുകളും നടത്തുന്നതിനായിട്ടുള്ള ഒരു സംസ്ഥാന സംശുദ്ധീകരണ സന്മാർഗീകരണ ഭരണനിർവഹണ സംസ്ഥാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരിക്കണം. നിയമം പറയുന്നു. എന്താ നിയമം 11 പറയുന്നത്? സംസ്ഥാനത്തെ പ്രസിഡന്റുകളിൽ എന്തുണ്ട്? ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ വാർഡനുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പരിശീലനം നൽകുക, ഇവർക്കൊക്കെ ഒരു റിഫ്രഷ്മെൻറ്റ് നൽകുന്ന കോഴ്സുകൾ, പരിശീലന പരിപാടികളൊക്കെ നടത്താനായിട്ട് സംസ്ഥാന തലത്തിൽ ഒരു എന്തുണ്ടാവണം? സംശുദ്ധീകരണ സന്മാർഗീകരണ ഭരണനിർവഹണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവണമെന്ന് പറയുന്നത് സെക്ഷൻ എത്രയാണ്? സെക്ഷൻ 11. അപ്പം നോക്കുക, സിഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അത് എന്ത് സെക്ഷനിലാണ് പറയുന്നത്? 11ാമത്തെ സെക്ഷനിൽ പറയുന്നു സംസ്ഥാനത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവണം. ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഉദ്യോഗസ്ഥൻ, ഏറ്റവും മേധാവിയായിട്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഡയറക്ടർ എന്ന് പറയുന്ന പൊസിഷനാണ്. അപ്പോൾ ഈ ഡയറക്ടർ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സെൻട്രൽ പ്രിസൺ സൂപ്രണ്ടിൻ്റെ പദവിയിൽ കുറയാത്ത റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം. അപ്പം സെൻട്രൽ പ്രിസൺ സൂപ്രണ്ടിൻ്റെ പദവിയിൽ കുറയാത്ത റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ആവണം. അപ്പോൾ അതും കൃത്യമായി പറയുന്നുണ്ട്. സിഖ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരിക, അപ്പം സംസ്ഥാന തലത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരിക, അതിൻ്റെ ഡയറക്ടറായിട്ട് ഒരു സെൻട്രൽ പ്രിസൺ സൂപ്രണ്ടിൻ്റെ റാങ്കിൽ കുറയാത്ത ഒരാൾ എന്ത് ചെയ്യണം? നിയമിക്കണം. അത്
അതും ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന സ്ഥലത്ത് പരിശീലന പരിപാടികളൊക്കെ നടത്തണം, സെമിനാറുകൾ സംഘടിപ്പിക്കണം, സിംപോസിയങ്ങൾ, മറ്റു ബോധവൽക്കരണ പരിപാടികളൊക്കെ ഈ പറയുന്ന എവിടെ സംഘടിപ്പിക്കണം, ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി സംഘടിപ്പിക്കണം. അതുപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന സേവനങ്ങൾ ഒരു പഠന കേന്ദ്രമായി ഈ പറയുന്ന സിഖയെ മാറ്റണം. സംസ്ഥാന തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഒരു പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു പഠന കേന്ദ്രം, കറക്ഷണൽ സർവീസസിന് ഒരു പഠന കേന്ദ്രമാക്കി മാറ്റണം. അതുപോലെ തന്നെ തടവുകാരുടെയും അത് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവർക്ക് മറ്റ് ഉചിതമെന്ന രീതിയിലൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ എന്ത് ചെയ്യണം, റിസർച്ച് വർക്കൊക്കെ നടക്കണം. അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിലും പ്രശ്നങ്ങളിലും ഗവേഷണവും അപഗ്രഥനവും ഒക്കെ നടത്തേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുക. സെക്ഷൻ 11 പറയുന്നത് നമ്മുടെ സിഖ സംസ്ഥാന തലത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നു. ഇവിടെ നമ്മൾക്ക് പരിശീലനം നൽകുന്ന ഒരു പരിപാടിയാണ്. അവിടെ തൊഴിൽ, അതായത് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നുണ്ട്, വാർഡൻ ജീവനക്കാർക്കൊക്കെ പരിശീലനം നൽകുന്നുണ്ട്. ഈ പരിശീലനം നൽകുന്ന സമയത്ത് സെമിനാറുകൾ സംഘടിപ്പിക്കാം, അതുമായി ബന്ധപ്പെടുന്ന മറ്റ് പ്രവർത്തനങ്ങൾ, ജയിലുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം, അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന വേണ്ടിയുള്ള പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പം ഇതൊരു തടവുകാരുടെ തെറ്റുതിരുത്തൽ പ്രക്രിയയും നമ്മുടെ ഈ പ്രശ്നം നടക്കുന്നുണ്ടല്ലോ. അപ്പം അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരിശീലനം നൽകുകയും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുകയും ഗവേഷണ കേന്ദ്രമായി പരിശീലന കേന്ദ്രമാക്കിയൊക്കെ മാറ്റുന്ന ഇതാണ് സെക്ഷൻ 11 പറയുന്ന ഏതെന്ന് പറയുന്നത് സംസ്ഥാന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം പരിശീലനവുമായി ബന്ധപ്പെട്ട സെക്ഷൻ എത്രയാണ്? 11ാമത്തെ സെക്ഷനാണ്. അടുത്തത് അധ്യായം 4. അധ്യായം 4 പ്രിസണുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പ്രിസണിൽ എന്തൊക്കെ പ്രവർത്തനമാണ് നടക്കുന്നത്? നമുക്ക് പ്രിസൺ എന്ന് പറയുമ്പോൾ എന്താ, ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യുക, തടവ് പുള്ളിയാകുകയാണെങ്കിൽ അദ്ദേഹത്തെ അല്ലെങ്കിൽ X or Y ആരായാലും എന്ത് ചെയ്യുക, ഒരു ജയിലിലേക്ക് വിടുക അല്ലെങ്കിൽ ഒരു പ്രിസണിലേക്ക് വിടുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ആ പ്രിസണിൽ എത്തിക്കഴിഞ്ഞാൽ പ്രിസണിൻ്റെ എന്തൊക്കെ പ്രവർത്തനമുണ്ട് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് പ്രധാന പ്രവർത്തനം സെക്ഷൻ 12 പറയുന്നത്. സെക്ഷൻ 12 പറയുന്നത് പ്രിസണിൻ്റെ പ്രവർത്തനങ്ങൾ. ഒന്നെന്താണ്, ഒരു തടവുകാരനെ സുരക്ഷിത കസ്റ്റഡിയിൽ സൂക്ഷിക്കുക, അല്ലേ? ഒരു തടവുകാരനെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അയാളെ കൃത്യമായി കസ്റ്റഡിയിൽ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? പ്രസിഡന്റ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതൊരു പ്രവർത്തനമാണ്, ആണല്ലോ. ഇവിടെ ഈ പറയുന്ന കസ്റ്റഡിയിലുള്ള തടവുകാർക്ക് അവരുടെ മനസ്സിൽ നിന്നും സാമൂഹിക വിരുദ്ധ ദുരിശ ജീവിതത്തിൻ്റെ സ്വാധീനം ഒന്നുമില്ല. അവർ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം ചെയ്തിട്ടായിരിക്കും ഒരു വ്യക്തി പ്രസറിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവർ ആ ഒരു സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാവും. അവരെ ഒന്ന് മാറ്റിയെടുത്ത് പുതിയ തെറ്റുതിരുത്തൽ രീതിയിലേക്കും നടത്തി പുതിയൊരാളായിട്ട് എന്ത് ചെയ്യുക, സാമൂഹിക ബോധമുള്ള ഒരാളായിട്ട് മാറ്റുക. അതും എവിടെയാണ്? പ്രിസണിൻ്റെ പ്രവർത്തനത്തിൽ വരുന്നതാണ്, അല്ലേ? അവരെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം, എവിടെ നടത്തണം? പ്രിസണിൽ നടത്തണം. മറ്റൊന്ന് ഇവരുടെ താമസം, ഭക്ഷണം, വസ്ത്രം, അതുപോലെ തന്നെ എന്താണ്, വളരെ അത്യന്താപേക്ഷിതമായ ആവശ്യങ്ങളും വൈദ്യ ചികിത്സയും ഒക്കെ ഉറപ്പാക്കുക എന്നുള്ളതാണ്. പരിചരണവും ഒക്കെ നൽകുക. അപ്പം ഒരാൾ പ്രിസണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ടൊരു കസ്റ്റഡിയിലേക്ക് നോക്കുക, അവരുടെ പ്രധാനപ്പെട്ട പുനരധിവസിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. മറ്റൊന്ന് അവരുടെ താമസവും ഭക്ഷണവും അതുപോലെ തന്നെ വസ്ത്രവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ലഭിക്കുക. മെഡിക്കൽ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഏകോപിപ്പിക്കുക. ഇതൊക്കെ പ്രസിഡന്റിന്റെ പ്രവർത്തനമാണ്. മറ്റൊന്ന് എന്താണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, സാമൂഹികമായിട്ടുള്ളൊരു സാമൂഹിക വീക്ഷണ ഗതി വളർത്തിയെടുക്കുക. ഒരു നല്ലൊരു സാമൂഹ്യ ബോധം അവർക്ക് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട തടവുകാരെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുക. നമുക്കറിയാം അവിടെ തൊഴിൽ ചെയ്യുന്നുണ്ടല്ലോ അവിടെ പ്രിസണുകളിൽ. അപ്പോൾ ഇവരെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുക, തൊഴിലധിഷ്ഠിത ജോലികളിൽ ഏർപ്പെടുത്തുക, തടവുകാരെ തൊഴിലധിഷ്ഠിത ജോലികളിലൊക്കെ ഏർപ്പെടുത്തുക. ഇതൊക്കെ പ്രിസണിൻ്റെ പ്രവർത്തനത്തിലാണ് വരുന്നത്. മറ്റൊന്ന്, പ്രിസണിലെ പാചകം, ശുചീകരണ സേവനങ്ങൾ, പൂന്തോട്ട നിർമ്മാണം മുതലായ ജോലികളിൽ സമയവിവര പട്ടിക അനുസരിച്ച് തടവുകാരെ ഏർപ്പെടുത്തുന്നതിനും നടപടി സ്വീകരിക്കുക. ഒരു പ്രിസണിൻ്റെ പ്രവർത്തനമാണ്. തടവുകളിൽ പൂന്തോട്ടം ഉണ്ടാവും, അവർക്ക് പാചകത്തിനുമൊക്കെയായി കൃത്യമായി സമയം വിവരമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് ഇവരെ എന്ത് ചെയ്യുക, കൃത്യമായ ടൈം ടേബിൾ അനുസരിച്ച് തടവുകാരെ കൊണ്ട് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് പ്രിസണിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ വരുന്നതാണ്. മറ്റൊന്ന്, ഇവരുടെ ശാരീരികവും മാനസികവും സന്മാർഗികവുമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക. അപ്പം എന്താണ്,
ഒന്നുമില്ല, അവർക്ക് ഇവർ അവിടെ താമസിക്കുന്ന സമയത്ത് വളരെ അവർക്ക് ഈ പ്രസിഡന്റിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അവർക്കൊരു നല്ലൊരു വ്യക്തി പുറത്തിറങ്ങുക, അവർക്ക് പിന്നീട് അവരെ പുനരധിവാസത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പരിശീലനമൊക്കെ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് ഇവരുടെ പ്രവർത്തനത്തിലാണ് വരുന്നത്. അതിനാണ് ഈ തൊഴിലധിഷ്ഠിത ജോലികളിലൊക്കെ ഇവരെ ഏർപ്പെടുത്തുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് സെക്ഷൻ 12 മറ്റൊന്ന് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടേ നമ്മൾക്കറിയാം പ്രിസണിലൊക്കെ പഠിക്കുന്ന പഠന സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്താറുണ്ട്. അപ്പോൾ അത്തരത്തിൽ തടവുകാർക്കൊരു മെച്ചപ്പെടുന്നതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസവും മറ്റ് സൗകര്യങ്ങളും ഏർപ്പെടുത്തുക എന്നുള്ളത് ഈ പറയുന്ന സെക്ഷൻ 12 പറയുന്ന പ്രവർത്തനമാണ്. അതുപോലെ തന്നെ ഇവരുടെ സുരക്ഷിതത്വത്തിനും ഭദ്രതയ്ക്കും വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. തടവുകാരുടെ സുരക്ഷിതത്വത്തിനും ഭദ്രതയ്ക്കും വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. പ്രിസണിൽ മറ്റൊരു പ്രധാനമായിട്ട് വേണ്ട കാര്യമാണ് അച്ചടക്കം. ആ അച്ചടക്കം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പ്രിസണിൽ പ്രവർത്തനങ്ങൾ നടത്തണം. ഇത് പ്രിസണിൻ്റെ പ്രവർത്തനമാണ്. ഇതുകൂടാതെ സർക്കാർ നിർണ്ണയിക്കാവുന്ന മറ്റ് സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങളും എന്ത് ചെയ്യണം, തടവുകാർക്ക് ലഭ്യമാക്കാനുള്ളത് ആരുടെ ചുമതലയാണ്? പ്രിസണിൻ്റെ ചുമതലയാണ്. ക്ലിയർ ആണല്ലോ? അപ്പം പ്രിസണിൽ എന്ത് ചെയ്യുക, സുരക്ഷിതമായ കസ്റ്റഡി ഒരുക്കുക, അവരുടെ താമസ സൗകര്യം, അവരുടെ വിദ്യാഭ്യാസത്തിന്, അവർക്ക് എന്തെങ്കിലും തൊഴിലധിഷ്ഠിത ജോലികളിൽ ഏർപ്പെടുത്തുക, അവിടെയുള്ള കൃത്യമായി ടൈം ടേബിൾ അനുസരിച്ച് അവിടുത്തെ പരിപാടികളൊക്കെ ഏകോപിപ്പിക്കുക. ഇതൊക്കെ പ്രിസണിൻ്റെ പ്രവർത്തനമാണ്. ഇതൊക്കെ സെക്ഷൻ എവിടെയാണ് പറയുന്നത്? സെക്ഷൻ 12 പറയുന്നത് പ്രിസണിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. ഓക്കെ ആണല്ലോ? അപ്പം ഇതിനെയാണ് സെക്ഷൻ 12 പറയുന്നു പ്രിസണിൻ്റെ പ്രവർത്തനങ്ങൾ. ഓക്കെ, അടുത്തത് 5-ാമത്തെ അധ്യായം. 5-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഉദ്യോഗസ്ഥരുടെ കർത്തവ്യങ്ങൾ. തൊട്ടു മുന്നേ നമ്മൾ പ്രസിഡന്റ് പ്രവർത്തനമായിരുന്നു പറഞ്ഞെങ്കിൽ ഇപ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഏതാണ്? ഉദ്യോഗസ്ഥരുടെ കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലാദ്യം നമുക്ക് സെക്ഷൻ 13 ഉദ്യോഗസ്ഥർക്ക് പൊതുവായി കുറച്ച് കർത്തവ്യങ്ങളുണ്ട്. അതിലെന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഓരോ തടവുകാരനോടും പക്ഷാഭേദപരമായിട്ടും മനുഷ്യത്വപരമായും പെരുമാറാം. അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിവ് ഉണ്ടാവാൻ പാടില്ല. പ്രസിഡന്റിലത്തെ ഏതൊരു തടവുകാരനെയും ഒരുപോലെ എന്ത് ചെയ്യുക, ഇടപെടുക എന്നുള്ളതാണ് 1-ാമത്തെ ഒരു ചുമതല എന്ന് പറയുന്നത്. മറ്റൊന്ന് എന്താണ്? ഏതെങ്കിലും പരാതി, ഇപ്പോൾ ഒരു പ്രസിഡന്റിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും പരാതിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അയാളുടെ സങ്കടം നിവാരണം ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിന് ആ പ്രശ്നത്തെ സോൾവ് ചെയ്ത് കൊടുക്കുക. പ്രിസണിലുള്ള ഏതെങ്കിലും ഒരു തടവുകാരന് ഒരു പ്രശ്നം വന്നാൽ അത് സോൾവ് ചെയ്യാൻ ഉത്തരവാദിത്തം പ്രിസണിലെ ഉദ്യോഗസ്ഥർക്കാണ്. മറ്റൊന്ന് അവിടുത്തെ അച്ചടക്കം നിലനിർത്തുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തടവുകാർ അടിപിടി കൂടാനൊന്നും സമ്മതിക്കാൻ പാടില്ല. അവിടെ അച്ചടക്കമുണ്ട് കൃത്യമായിട്ട്. അത് നിയന്ത്രിക്കാനുള്ള ചുമതല ഉദ്യോഗസ്ഥർക്കാണ്. മറ്റൊന്ന് എന്താണ്? തൻ്റെ അധികാരങ്ങളും ചുമതലകളും വിനിയോഗിക്കുകയോ നിർവഹിക്കുകയോ ചെയ്യുമ്പോൾ തൻ്റെ കർത്തവ്യങ്ങൾ കൃത്യമായും കാര്യക്ഷമമായും നിറവേറ്റാൻ ശ്രമിക്കേണ്ടതാണ്. ഒന്നുമില്ല, ഈ പറയുന്ന കാര്യങ്ങളിലൊപ്പം തന്നെ ഓരോ ഉദ്യോഗസ്ഥനും ഓരോ ചുമതലയുണ്ട്. ആ ചുമതല കൂടി എന്ത് ചെയ്യണം, കൃത്യമായി പോവുക എന്നുള്ളതാണ് 13-ാമത്തെ സെക്ഷൻ പ്രകാരം ഉദ്യോഗസ്ഥൻ്റെ പൊതുവായിട്ടുള്ള കർത്തവ്യത്തിൽ വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം 13-ാമത്തെ സെക്ഷൻ എന്താ പറയുന്നത്? പ്രിസണിലെ ഉദ്യോഗസ്ഥരുടെ ചുമതലകളാണ്. കൃത്യമായിട്ട് എല്ലാ തടവുകാരെയും ഒരുപോലെ കാണുക, അവിടുത്തെ അച്ചടക്കം ഉറപ്പാക്കുക, മറ്റു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഇതൊക്കെ ആരുടെ ചുമതലയാണ്? ഈ പറയുന്ന പ്രിസണിലെ ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ്. സെക്ഷൻ എത്രയാണ്? സെക്ഷൻ 13-ാമത്തെ സെക്ഷനാണ്. ക്ലിയർ ആണല്ലോ? ഇനി 14-ാമത്തെ സെക്ഷനിലേക്ക് പോകുമ്പോൾ 14-ാമത്തെ സെക്ഷനിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. തടവുകാരുമായി കച്ചവട ഇടപാടുകൾ ഉണ്ടായിരിക്കാൻ പാടില്ല. ഒരു പ്രിസണിലെ ഉദ്യോഗസ്ഥർക്ക് തടവുകാരുമായിട്ട് യാതൊരുവിധ കച്ചവട ഇടപാടുകളും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ എത്രയാണ്? 14-ാമത്തെ സെക്ഷനാണ്. അപ്പോൾ എന്താണ്? ഇപ്പോൾ ഏതൊരു പ്രിസൺ എടുത്തു കഴിഞ്ഞാലോ അവിടെ കുറേ അധികം തടവ് പുള്ളികൾ ഉണ്ടാവും. അപ്പോൾ അവിടെ ഏതെങ്കിലും സാധനം വിൽക്കുകയോ വാടകയ്ക്ക് നൽകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആദായം പറ്റുകയോ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അത് പ്രത്യക്ഷമായോ പരോക്ഷമായോ എന്തെങ്കിലും പണം പറ്റുന്നതിനോ മറ്റ് ഇടപാടുകൾ നടത്തുവാനോ പാടില്ല. അപ്പം പ്രിസണിലെ ഉദ്യോഗസ്ഥർ അവിടെയുള്ള ഏതെങ്കിലും ഒരു തടവുകാരനുമായിട്ട് എന്തെങ്കിലും കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് പണമിടപാടുകളോ മറ്റ് എന്തെങ്കിലും സഹായങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല. അത് പ്രത്യക്ഷമായിട്ടായാലും പരോക്ഷമായിട്ടും ചെയ്യാൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏതാം സെക്ഷനാണ്? 14-ാമത്തെ സെക്ഷൻ. അപ്പോൾ 14-ാമത്തെ സെക്ഷൻ പറയുന്നു ഉദ്യോഗസ്ഥർക്ക് തടവുകാരുമായിട്ട് യാതൊരു വിധത്തിലുള്ളൊരു കച്ചവട ഇടപാടും പാടില്ല. ഏത് സെക്ഷനാണ്? സെക്ഷൻ 14-ാമത്തെ സെക്ഷനാണ്. ഇനി അടുത്തത് 15-ലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും എന്താണ്? ഉദ്യോഗസ്ഥർക്ക് ആവശ്യമുള്ളതാണ്
അവർക്ക് പാരിതോഷികങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. തടവുകാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യം സാധിച്ചു കൊടുക്കുന്നതിനാവശ്യമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള പാരിതോഷികം സ്വീകരിക്കാൻ കഴിയില്ല. അത് ഏത് സെക്ഷൻ? സെക്ഷൻ 15 പറയുന്നു പാരിതോഷികം. 14 പറയുന്നു കരാറിൽ ഏർപ്പെടാൻ പാടില്ല. 15 പറയുന്നു എന്തെങ്കിലും തരത്തിലുള്ള പാരിതോഷികങ്ങൾ, ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു കൊടുത്തതിനോ സഹായം ചെയ്യുന്നതിനോ അത്തരത്തിലുള്ള പാരിതോഷികങ്ങൾ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് 15ാമത്തെ സെക്ഷൻ പറയുന്നു. 16ാമത്തെ സെക്ഷൻ പറയുന്നു പ്രിസൺ കരാറുകളിൽ തൽപരരായിരിക്കരുത്. പ്രിസൺ കരാറുകളിൽ തൽപരരാവാൻ പാടില്ല. അതായത് പ്രിസണിലേക്ക് സെക്ഷൻ 16ലാണ്. സെക്ഷൻ 16 പറയുന്നു പ്രിസൺ കരാറുകളിൽ തൽപരരായിരിക്കരുത് എന്ന് പറഞ്ഞാൽ പ്രിസണിലേക്ക് ഭക്ഷണ സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനമോ വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരമുള്ള കാര്യങ്ങളിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രിസണിലെ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യാൻ പാടില്ല? കരാറിൽ ഏർപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ അത്തരം പ്രവർത്തനങ്ങളിലൂടെ ഒരു നേട്ടം ഉണ്ടാക്കാനോ പാടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രിസൺ കരാറുകളുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഒക്കെ കരാറിൽ ഏർപ്പെടാൻ പാടില്ല. അല്ലെങ്കിൽ അത്തരം കരാറുകളിൽ ഏർപ്പെട്ടൊരു എന്തുണ്ടാക്കാൻ പറ്റില്ല, ഒരു നേട്ടം ഉണ്ടാക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കരുത് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 16 എന്ന് പറയുന്നത്. അപ്പം 14, 15, 16 എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർക്കുള്ള ഒരു വാണിംഗ് ആണ്. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ എന്ത് ശിക്ഷ ലഭിക്കുമെന്നുള്ളത് സെക്ഷൻ 17 പറയുന്നു. ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യം ഈ നിയമത്തിൽ പറയുകയാണ്. ഉദ്യോഗസ്ഥർ ഈ പറയുന്ന കരാറിൽ ഏർപ്പെടുകയോ മറ്റ് പണമിടപാടുകളോ മറ്റ് എന്തെങ്കിലും പ്രവർത്തികൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സർവീസിൽ നിന്ന് ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ നീക്കം ചെയ്യാനുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കാം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 17. അപ്പോൾ അത് ഓർത്തു വെച്ചിരിക്കുക. സെക്ഷൻ 17 പറയുന്നത് ശിക്ഷാ നടപടിയാണ്. സർവീസിൽ നിന്നൊരു ഉദ്യോഗസ്ഥരെ നീക്കം ചെയ്യാനുള്ള പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നീക്കം ചെയ്യാമെന്ന് പറയുന്ന സെക്ഷനാണ്. സെക്ഷൻ എത്രയെന്ന് പറയുന്നത്? 17ാമത്തെ സെക്ഷൻ. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അപ്പം 3 കാര്യങ്ങൾ, ആ 3 കാര്യങ്ങൾക്കുള്ള ശിക്ഷാ നടപടികൾ കൂടി നമ്മൾ നോക്കിയിട്ടുണ്ട്. നമുക്ക് സെക്ഷൻ 18 നോക്കാം. സെക്ഷൻ 18 എന്ന് പറയുന്നത് പ്രിസണുകളിലെ സൂപ്രണ്ടിൻ്റെയും അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥരുടെയും ഭരണപരമായ നിയന്ത്രണവും കർത്തവ്യങ്ങളും. അപ്പം പ്രിസണിലെ സൂപ്രണ്ടിനും അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥർക്കും ഭരണപരമായ രീതിയിലുള്ള എന്തൊക്കെ നിയന്ത്രണങ്ങളുണ്ട്, അവരുടെ കർത്തവ്യങ്ങൾ എന്താണ് എന്ന് പറയുന്ന സെക്ഷനെ, ഇത് സെക്ഷനാണ് സെക്ഷൻ 18 അപ്പം സെക്ഷനുകളുടെ എപ്പോഴും ഹെഡ്ലൈൻ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അതിന് സബ്ബായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ പറയുന്ന റെഡിങ്ങിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കണം. അതും കൂടി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നിയമം ഏകദേശം ഈ പറയുന്ന ആക്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കിട്ടും. ഓക്കെ. അപ്പോൾ പ്രിസണുകളെ സംബന്ധിച്ച് അവിടുത്തെ പൊതുവായ ഭരണ നിയന്ത്രണവും നടത്തിപ്പും ആർക്കായിരിക്കും? സൂപ്രണ്ടിനായിരിക്കും. അപ്പോൾ ഒരു പ്രിസണുകളെ സംബന്ധിച്ച്, ഒരു പ്രിസണിനെ സംബന്ധിച്ച് അവിടുത്തെ പൊതുവായിട്ടുള്ള ഭരണ നിയന്ത്രണവും നടത്തിപ്പും ആരിലായിരിക്കും? സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കുന്നതും ഉദ്യോഗസ്ഥരും ജീവനക്കാരും നിർണയിക്കപ്പെടാവുന്ന പ്രകാരമുള്ള അധികാരങ്ങളും ചുമതലകളും വിനിയോഗിക്കുകയോ നിർവഹിക്കുകയോ ചെയ്യേണ്ടതാണ്. അപ്പം അതിൻ്റെ ഒരു ഭരണപരമായ രീതിയിൽ ഒരു പ്രിസണിനെ സംബന്ധിച്ച് അതിൻ്റെ ഫുൾ ചുമതല സൂപ്രണ്ടിനായിരിക്കും. ബാക്കിയുള്ള ഉദ്യോഗസ്ഥർക്ക് അവർക്ക് കൊടുക്കുന്ന അതാത് ചുമതലകൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നിർവഹിച്ചു പോകണം. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ ഇവിടെ സൂപ്രണ്ടിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരും ജീവനക്കാരും സൂപ്രണ്ടിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതും, അപ്പം അതനുസരിച്ച് സൂപ്രണ്ടോ ഇതിലേക്കായി സൂപ്രണ്ട് നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥനോ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാവുന്ന കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടതുമാണ്. അപ്പം ചുമതല സൂപ്രണ്ടിനാണ്. ഇപ്പം സൂപ്രണ്ട് ഒരാൾക്ക് ഒരു ചുമതല കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യണം? അദ്ദേഹത്തിനുള്ള കൃത്യമായിട്ട് ചുമതല നിർവഹിക്കണം. അത് പ്രകാരം എന്ത് ചെയ്യണം? മറ്റുദ്യോഗസ്ഥരും അവരുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ജോലികൾ നിർവഹിക്കണം. ഇത്രയേ ഉള്ളൂ. അത്രയും കാര്യങ്ങളെ ആ സെക്ഷനിൽ പറയുന്നുള്ളൂ. ഏത് സെക്ഷനാണ്? സെക്ഷൻ 18ാമത്തെ സെക്ഷനാണ്. ഭരണപരമായിട്ടുള്ള സൂപ്രണ്ടിൻ്റെയും മറ്റുദ്യോഗസ്ഥരുടെയും എന്താണ്? നിർവഹണവും കർത്തവ്യവും നിയന്ത്രണവുമാണ്. ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ പ്രിസണിലെ സൂപ്രണ്ട് ഉണ്ടല്ലോ, ആ ഒരു സൂപ്രണ്ടിൻ്റെ ചുമതലകളും കർത്തവ്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അത് സെക്ഷൻ 19 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 19 എന്താ പറയുന്നത്? പ്രിസൺ സൂപ്രണ്ടിൻ്റെ ചുമതലകളും കർത്തവ്യങ്ങളും. പ്രിസൺ സൂപ്രണ്ടിൻ്റെ ചുമതലകളും കർത്തവ്യങ്ങളെ കുറിച്ച് 19 പറയുകയാണ്. നിയമപരമായ ഉത്തരവുകൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായിട്ട് പ്രിസൺ സൂപ്രണ്ട് തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി എന്തൊക്കെ ചെയ്യണം? തടവുകാരുടെ പ്രവേശനം ആരുടെ ചുമതലയാണ്? ഇത് അദ്ദേഹത്തിൻ്റെ കർത്തവ്യമോ ചുമതലയിലോ വരുന്നതാണ്. തടവുകാരുടെ പ്രവേശനം, അതുപോലെ തന്നെ പ്രിസണിനുള്ളിൽ സന്ദർശകരെ അനുവദിക്കണം. ആരെ അനുവദിക്കണം? ഒരു സന്ദർശകനെ അനുവദിക്കണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കാനുള്ള ചുമതല ആർക്കുണ്ട്? പ്രിസൺ സൂപ്രണ്ടിനുണ്ട്. അവിടുത്തെ സുരക്ഷിതത്വം, പ്രിസണിൻ്റെ സുരക്ഷിതത്വം, അവിടുത്തെ തൊഴിൽ, അതുപോലെ തന്നെ സന്മാർഗീകരണ പരിപാടികൾ,
പ്രിസണുമായി ബന്ധപ്പെടുന്ന ചെലവ്, അച്ചടക്കം, അതുപോലെ തന്നെ തടവുകാരുടെ ശിക്ഷയും വിട്ടയക്കലും നിയന്ത്രണവുമൊക്കെ ആരുടെ ചുമതലയാണ്? അങ്ങനെ പ്രിസണിലെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകേണ്ടിയത് ആരുടെ ചുമതലയാണ്? പ്രിസൺ സൂപ്രണ്ടിൻ്റെ ചുമതലയാണ്. അപ്പം പ്രിസൺ സൂപ്രണ്ട് തൻ്റെ സഹായത്തിനുള്ള മറ്റു ഉദ്യോഗസ്ഥരോടുകൂടി പ്രിസണിൽ എന്തൊക്കെ ചെയ്യണം? തടവുകാരുടെ പ്രവേശനം നോക്കണം, അവരുടെ സന്ദർശകരെ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കണം, പ്രിസണിൻ്റെ സുരക്ഷിതത്വം, അവിടുത്തെ തൊഴിൽ, അവിടുത്തെ പരിശീലനം, പ്രവർത്തനങ്ങൾ, ചെലവ്, അച്ചടക്കം, അതുപോലെ തന്നെ തടവുകാരെ വിട്ടയക്കുന്നതും അവരുടെ നിയന്ത്രണവും എല്ലാം ആരുടെ മേൽനോട്ടത്തിലായിരിക്കണം? പ്രിസൺ സൂപ്രണ്ടിൻ്റെ മേൽനോട്ടത്തിലായിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമതലയെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 19. പ്രിസൺ സൂപ്രണ്ടിൻ്റെ ചുമതലകളും കർത്തവ്യങ്ങളും. ഏത് സെക്ഷൻ? സെക്ഷൻ 19. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മൾ നോക്കുന്നത് 21ാമത്തെ സെക്ഷനാണ്. 21ാമത്തെ സെക്ഷൻ പ്രകാരം സൂപ്രണ്ട് കുറച്ച് രേഖകൾ സൂക്ഷിക്കണം. അപ്പോൾ ഒരു പ്രിസണിലെ മുഴുവൻ ആകെ മൊത്തത്തിലുള്ള ചുമതല ആർക്കാണ്? സൂപ്രണ്ടിനാണ്. അങ്ങനെ വരുമ്പോൾ സൂപ്രണ്ട് കുറച്ച് രേഖകളൊക്കെ സൂക്ഷിക്കണം. ഒരു പ്രിസണുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ പറയുന്നത്. സെക്ഷൻ 21ലാണ് സൂപ്രണ്ട് എന്തൊക്കെ രേഖകൾ സൂക്ഷിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, പ്രവേശിക്കപ്പെട്ട തടവുകാരെ സംബന്ധിച്ച് ഒരു രജിസ്റ്റർ വേണം. എത്ര തടവുകാരെ, ആരൊക്കെ എങ്ങനെയൊക്കെ വന്നു, ഏതൊക്കെ തടവുകാരെ ഉണ്ട് എന്നുള്ളത് രജിസ്റ്റർ ചെയ്യുന്നൊരു ബുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ എന്താണ്, ഇവരെ വിട്ടയക്കുന്നത് എന്നാണ് എന്ന് കാണിക്കുന്ന മറ്റൊരു ബുക്ക് ഉണ്ടാവണം. ഓരോ തടവുകാരനെയും എന്നാണ് വിട്ടയക്കേണ്ടത്, ആദ്യം ഒരു രജിസ്റ്റർ, പിന്നെ ഒരു വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ബുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ പ്രിസണിൽ വെച്ചുള്ള കുറ്റകൃത്യങ്ങൾക്ക് തടവുകാരിൽ എന്തെങ്കിലും ചെറിയ ശിക്ഷകൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന ശിക്ഷാ ബുക്ക് ഉണ്ടാവണം, ഒരു ശിക്ഷാ ബുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ എന്താണ്, പ്രിസൺ ഭരണത്തെ സ്പർശിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സന്ദർശകരുടെ ഏതെങ്കിലുമൊക്കെ നിരീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ഒരു സന്ദർശക ബുക്ക് ഉണ്ടാവണം. അപ്പം ഒരു രജിസ്റ്റർ ഉണ്ടാവണം, അവരെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ബുക്ക് ഉണ്ടാവണം, ശിക്ഷാ ബുക്ക് ഉണ്ടാവണം, സന്ദർശകർക്ക് വേണ്ടി ഒരു സന്ദർശക ബുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ തടവുകാരിൽ നിന്ന് അവർ ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളോ പണമോ ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന രേഖകൾ ഉണ്ടാവണം. ഒരു നാൾവഴി പുസ്തകം ഉണ്ടാവണം സൂപ്രണ്ടിന്. അന്നത്തെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് പോകുന്ന ഒരു നാൾവഴി പുസ്തകം ഉണ്ടാവണം. അതുപോലെ തന്നെ മറ്റ് രേഖകൾ, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പ്രിസണുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കയ്യിൽ ഉണ്ടാവേണ്ടത്, ആ രേഖകളൊക്കെ ആര് സൂക്ഷിക്കണം? പ്രിസണിലെ സൂപ്രണ്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അത് സെക്ഷൻ 21 രജിസ്റ്റർ ഉണ്ടാവണം, സന്ദർശകർക്ക് വേണ്ടി ബുക്കുണ്ട്, ശിക്ഷാ നടപടികൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ ശിക്ഷാ ബുക്കുണ്ട്, അതുപോലെ തന്നെ ദിവസവും അവിടുത്തെ കാര്യങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു നാൾവഴി പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ എന്താണ്, ഈ തടവുകാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വസ്തുക്കളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്, പണമായിട്ടോ മറ്റ് സാധനങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ കൃത്യം എന്ന് വെച്ചാൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? പ്രിസണിലെ സൂപ്രണ്ട് സൂക്ഷിക്കണമെന്നാണ് ഈ പറയുന്ന സെക്ഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് ഏത് സെക്ഷനാണ്? സെക്ഷൻ 21ാമത്തെ സെക്ഷനാണ്. അടുത്തത് 23 മെഡിക്കൽ ഓഫീസറിൻ്റെ കാര്യമാണ്. എന്താണ്? മെഡിക്കൽ ഓഫീസറുടെ കർത്തവ്യങ്ങളാണ്. നമ്മൾ മെഡിക്കൽ ഓഫീസർ, വെൽഫെയർ ഓഫീസർ, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. സെക്ഷൻ 23 മെഡിക്കൽ ഓഫീസറാണ്. ഇതിൽ സെക്ഷനിൽ പറയുന്നത് സൂപ്രണ്ടിൻ്റെ പൊതുവായ നിയന്ത്രണത്തിന് വിധേയമായിക്കൊണ്ട് പ്രിസണിലെ ആരോഗ്യം, ശുചിത്വം, വൈദ്യം, ശുചീകരണ ഭരണ നിർവഹണം എന്നിവയുടെ ചാർജ് ആർക്കായിരിക്കും? ഈ പറയുന്ന മെഡിക്കൽ ഓഫീസർക്കായിരിക്കും. ആ വ്യക്തി എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വവും കർത്തവ്യവും ചുമതലയും നിറവേറ്റുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു തടവുകാരെ സംബന്ധിച്ചിട്ടുള്ള സൂപ്രണ്ടിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഒരു തടവുകാരനെക്കുറിച്ചോ അല്ലെങ്കിൽ തടവുകാരിയെക്കുറിച്ചോ ഉള്ള ആരോഗ്യത്തെക്കുറിച്ചോ അവരുടെ ശുചിത്വത്തെക്കുറിച്ചോ അവരുടെ വൈദ്യസഹായത്തെക്കുറിച്ചോ അവരുടെ വ്യക്തി ശുചിത്വത്തെക്കുറിച്ചോ ശുചീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെയുള്ള എല്ലാത്തിൻ്റെയും ചാർജ് ആർക്കായിരിക്കും? മെഡിക്കൽ ഓഫീസർക്കായിരിക്കും. അത് പറയുന്ന സെക്ഷൻ എത്രയാണ്? 23ാമത്തെ സെക്ഷനാണ്. ക്ലിയർ ആണല്ലോ? അത് 23ാമത്തെ സെക്ഷനാണ്. അടുത്തത് 26ാമത്തെ സെക്ഷനാണ്. ഒരു തടവുകാരൻ്റെ മരണത്തിന്മേലുള്ള റിപ്പോർട്ട്. ഒരു തടവുകാരൻ ജയിലിൽ വെച്ച് മരിച്ചു, അല്ലേ? ഒരു ജയിലിൽ കിടന്ന സമയത്തോ പ്രിസണിൽ കിടന്ന സമയത്തോ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ വ്യക്തി, മരണപ്പെടുന്ന വ്യക്തിയെക്കുറിച്ചുള്ള കൃത്യമായ രേഖകൾ മെഡിക്കൽ ഓഫീസറാണ് രേഖപ്പെടുത്താനുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ സെക്ഷൻ 26 പറയുന്നു. ഏതെങ്കിലും ഒരു തടവുകാരൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ചാർജ് വഹിക്കുന്ന മെഡിക്കൽ ഓഫീസർ പല കാര്യങ്ങൾ രേഖപ്പെടുത്തി പോകണം. ഇനി പറയുന്ന ഓരോരോ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്ത് പോകണം. ഒന്ന്, അസുഖത്തെ പറ്റിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പരിക്കുണ്ടായിരുന്നതേക്കുറിച്ച് ആദ്യമായിട്ടൊരു വ്യക്തി പറഞ്ഞത് എപ്പോഴാണ്, അല്ലെങ്കിൽ അയാൾ രോഗിയാണെന്നൊക്കെ
നിരീക്ഷിച്ച് പരിശോധിച്ച് ഉറപ്പിച്ച ദിവസം ഏതാണ് എന്നുള്ളത് മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യണം, രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു മരണപ്പെടുന്ന ദിവസത്തിന് മുന്നേ എപ്പോഴാണ് അദ്ദേഹം ഒരു രോഗിയാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ പരിക്കുണ്ടോ എന്നൊക്കെ നിരീക്ഷിച്ച ദിവസം എന്ത് ചെയ്യണം, മെഡിക്കൽ ഓഫീസർ ആദ്യം തന്നെ ഒരു രജിസ്റ്റർ രേഖപ്പെടുത്തുക. അടുത്തത് അദ്ദേഹം എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നോ, ആ മരിക്കുന്ന ദിവസം അദ്ദേഹം എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, അത് എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യപ്പെടണം. മറ്റൊന്ന്, അദ്ദേഹം എന്താണ് ആഹാരക്രമത്തിൻ്റെ തോത്, അദ്ദേഹം മരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ വ്യക്തി എന്തൊക്കെ ആഹാരം കഴിച്ചിട്ടുണ്ടോ, എത്ര ക്വാണ്ടിറ്റി കഴിച്ചിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന രജിസ്റ്ററിൽ ആര് രേഖപ്പെടുത്തണം, മെഡിക്കൽ ഓഫീസർ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ആശുപത്രിയിൽ പ്രവേശിച്ച ദിവസം, ഏതെങ്കിലും കാരണത്താൽ ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്താണ്, കൃത്യമായി രജിസ്റ്റർ ചെയ്യണം. അസുഖത്തെയോ പരിക്കിനെയോ കുറിച്ച് ആദ്യമായി മെഡിക്കൽ ഓഫീസറെ അറിയിച്ച ദിവസം ഏതാണ് എന്നുള്ളതാണ് മറ്റൊന്ന്. അപ്പം മെഡിക്കൽ ഓഫീസർ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അസുഖത്തെക്കുറിച്ച് ഇന്ന ദിവസമാണ് ഈ പറയുന്ന വ്യക്തി ഒരു രോഗിയാണെന്ന് അസുഖത്തെക്കുറിച്ചും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നത് എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. മറ്റൊന്ന്, രോഗത്തിൻ്റെയോ പരിക്കിൻ്റെയോ സ്വഭാവം, എന്ത് രോഗമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്ക് പറ്റി മരിച്ചു പോയതാണെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ചും എന്ത് ചെയ്യണം, മെഡിക്കൽ ഓഫീസർ ഈ പറയുന്ന രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. അടുത്തത് എന്താണ്, രോഗിയായ തടവുകാരനെ പുറത്ത് ഏതെങ്കിലും ആശുപത്രി, ഇപ്പോൾ ഇൻസൈഡ് ആശുപത്രികളൊക്കെ ഉണ്ടാവും, അതല്ലാതെ പുറത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടോ, അദ്ദേഹം എന്തെങ്കിലും ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തിരുന്നോ എന്നുള്ളത് രേഖപ്പെടുത്തണം. അവിടെ ഉണ്ടായിരുന്ന ചികിത്സയുടെ വിവരങ്ങൾ, കൃത്യമായിട്ട് എന്തൊക്കെ ചികിത്സയാണ് ഈ പറയുന്ന വ്യക്തിക്ക് നൽകിയിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യണം, ഇതൊക്കെ മെഡിക്കൽ ഓഫീസറാണ് രേഖപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ തടവുകാരന് നൽകിയിട്ടുള്ള മരുന്നുകളുടെയും ക്ലിനിക്കൽ പരിശോധനകളുമായി ബന്ധപ്പെടുന്ന വിശദ വിവരങ്ങൾ, എന്തൊക്കെ പരിശോധനകൾ, എന്തൊക്കെ മരുന്നുകൾ ആ വ്യക്തി കഴിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറോ മെഡിക്കൽ സബോർഡിനേറ്റോ മരണപ്പെട്ട ആളിനെ അയാളുടെ മരണത്തിന് മുന്നേ അവസാനം കണ്ടത് എപ്പോഴാണ് എന്നുള്ളത് രേഖപ്പെടുത്തണം. ഈ വ്യക്തിയെ അവസാനമായിട്ട് എന്നാണ് മെഡിക്കൽ ഓഫീസറോ അല്ലെങ്കിൽ ആ സബോർഡിനേറ്റ് ഉദ്യോഗസ്ഥനോ കണ്ടത് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തണം. തടവുകാരൻ മരണപ്പെട്ട സമയം ഏതാണ് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തണം. ഏത് സമയത്താണ് തടവുകാരൻ മരിച്ചത് എന്നുള്ളത് രേഖപ്പെടുത്തണം. ഇതുകൂടാതെ മെഡിക്കൽ ഓഫീസർ രേഖപ്പെടുത്തണമോന്നോ അല്ലെങ്കിൽ സൂപ്രണ്ടിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ രേഖപ്പെടുത്തണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് മൃതശരീരത്തിൻ്റെ ബാഹ്യ അവസ്ഥയുടെ വിവരണം ആര് നൽകണം, ഈ പറയുന്ന റിപ്പോർട്ടിൽ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടുത്തണം. ഇപ്പോൾ മെഡിക്കൽ ഓഫീസറിൻ്റെ ചുമതലയാണ് മെഡിക്കലുമായി ബന്ധപ്പെടുന്ന ആരോഗ്യത്തെക്കുറിച്ചും ശുചിത്വത്തെക്കുറിച്ചും വൈദ്യത്തെക്കുറിച്ചും ഒക്കെ പറയുക എന്നുള്ളത്. ഒരു വ്യക്തി, ഒരു തടവുകാരൻ മരണപ്പെട്ടു എന്ന് പറയുന്ന ജയിലിൽ പ്രിസണിൽ ഇരിക്കുന്ന സമയത്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് തയ്യാറാക്കണം. റിപ്പോർട്ടിൽ കൃത്യമായ വിവരം ഉണ്ടായിരിക്കണം. ആ വ്യക്തിക്ക് അസുഖമായത് എന്നാണ് എന്നുള്ളത് ഉണ്ടാവണം. എന്തെങ്കിലും ചികിത്സ നൽകിയിട്ടുണ്ടോ. നമ്മളിപ്പം സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ്. ജയിലിൽ പ്രിസണിൽ കിടക്കുന്ന സമയത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അന്ന് കഴിച്ച ആഹാരം, അന്ന് എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ, മറ്റേതെങ്കിലും ആശുപത്രി റെഫർ ചെയ്തിട്ടുണ്ടോ, കൃത്യമായിട്ട് ഏതെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഈ പറയുന്ന മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യണം, രജിസ്റ്റർ രേഖപ്പെടുത്തണം. അതുകൂടാതെ ഈ പറയുന്ന മൃതശരീരത്തിൻ്റെ ബാഹ്യാവസ്ഥയുടെ കൃത്യമായൊരു വിവരണം ഉൾപ്പെടെയാണ് എന്ത് ചെയ്യണം, ഈ പറയുന്ന മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് സൂചിപ്പിക്കണം അല്ലെങ്കിൽ റിപ്പോർട്ടിൽ എഴുതണം എന്നുള്ളത് ഏത് സെക്ഷനാണ് പറയുന്നത്, സെക്ഷൻ 26 സെക്ഷനാണ് പറയുന്നത്. അധ്യായം 5 വരുന്നതാണ് 26 സെക്ഷനാണ് ഒരു തടവുകാരൻ്റെ മരണത്തിൽ മേലുള്ള റിപ്പോർട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ നമ്മൾ 5ാമത്തെ അധ്യായം വരെയാണ് നോക്കിയിട്ടുള്ളത്. 20 അധ്യായമുള്ള ഒരു നിയമം നമ്മൾ പഠിക്കുകയാണ്. ഓരോ സെക്ഷനുകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും കവർ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള സെക്ഷനുകളും നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും കവർ ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു ക്ലാസ്സും കാണുക. ഇതിന് മുന്നേ ഉള്ള ഒരു ക്ലാസ് ഉണ്ട്, ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട ക്ലാസ് ഉണ്ട്. ഇതൊക്കെ കണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്